നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ ഒരു നല്ല ദിവസം ഇന്നും ഉണ്ടാകട്ടെ, അതിൻ്റെ തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നു. നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് പോകാം. ചൈനയ്ക്കെതിരെ അമേരിക്കയുടെ കടുത്ത നടപടി. 50 മുതൽ 104% വരെ കനത്ത താരിഫ് ചുമത്തി ഡൊണാൾഡ് ട്രംപ്. തീരുവയിൽ 70 രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറെന്ന് വൈറ്റ് ഹൗസ്. അമേരിക്കയുമായി ആണവ ധാരണയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച് ഇറാൻ. സംസ്ഥാനത്ത് ഞെട്ടിക്കുന്ന റോഡ് അപകട കണക്കുകൾ. 2 മാസത്തിനിടെ പൊലിഞ്ഞത് 638 ജീവനുകൾ. 8464 റോഡ് അപകടങ്ങൾ. റോഡ് സുരക്ഷ ശക്തമാക്കിയെന്ന സർക്കാർ വാദം പൊള്ള, ജനം ബ്രേക്കിംഗ്. കൽപ്പറ്റ കസ്റ്റഡി മരണത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളിലും വീഴ്ച. സീനിയർ ഫോറൻസിക് ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയില്ല. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ചീഫ് സെക്രട്ടറിക്ക് പരാതി. കണ്ണപുരത്ത് BJP കൊടിമരം നശിപ്പിച്ചതിൽ വെട്ടിലായി പോലീസ്. CIക്കെതിരെ ഗുരുതര ആരോപണം. നിയമ നടപടിക്ക് പാർട്ടി. കരിക്കകത്തമ്മയ്ക്ക് ഇന്ന് പൊങ്കാല. പുണ്യം തേടി ഭക്തസഹസ്രങ്ങൾ. പണ്ടാര അടുപ്പിൽ അഗ്നി പകരുക 9:40. സമഗ്ര കവറേജുമായി ജനം TV. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ റയൽ മാഡ്രിഡിനെ ഞെട്ടിച്ച് ആഴ്സണൽ. ആദ്യ പാദത്തിൽ 3 ഗോളുകൾക്ക് തകർത്തു. ഇരട്ട ഫ്രീ കിക്ക് ഗോളടിച്ച് ഡെക്ലാൻ റൈസ്. ബയേണിനെ തോൽപ്പിച്ച് ഇന്റർ മിലാൻ. IPLൽ ചെന്നൈയെ തോൽപ്പിച്ച് പഞ്ചാബ്. അപ്പോൾ ഇന്ന് നമ്മൾ ശബരിമലയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ പൈങ്കുനി ഉത്ര മഹോത്സവം നടക്കുകയാണ്. തിരുവുത്സവ പ്രഭയിലാണ് വിശിഷ്ടമായ ചടങ്ങുകളോടെ ശബരിമല സന്നിധാനം. ഇപ്പോൾ നാളെയാണ് അയ്യപ്പസ്വാമിക്ക് പള്ളിവേട്ട. രാത്രി ശ്രീഭൂതബലിക്ക് ശേഷം ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും. ഉത്സവബലി, പടിപൂജ, മുളപൂജ, ശ്രീഭൂതബലി, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവയാണ് 8ാം ഉത്സവ ദിവസമായ ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ മുരളി, ഇന്ന് തിരക്കുണ്ടോ? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ സമാനമാണ് ഇന്നും തിരക്ക്. വലിയ തിരക്കില്ല. ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. നട തുറന്ന് ഇന്ന് വരെ എത്തിയ ഭക്തജനങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുപോലെ സുഗമമായ ദർശനം നടത്തി നിർവൃതിയോടുകൂടി സന്തോഷത്തോടുകൂടി മടങ്ങുകയാണ്. ഇന്നും സമാനമായ സാഹചര്യമാണ്. രാവിലെ വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ 18ാം പടി സുഗമമായി കയറി ഭക്തജനങ്ങൾ ദർശനം നടത്തുന്നു. വിശിഷ്ടമായ ചടങ്ങുകൾ ദർശിച്ച് വിളക്കിനെഴുന്നള്ളിപ്പും ഉത്സവബലിയും എല്ലാം ദർശിച്ച് നിർവൃതിയോടുകൂടിയാണ് ഈ ദിവസങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ എല്ലാം മടക്കം. നാളെയാണ് ഭഗവാന്റെ പള്ളിവേട്ട നടക്കുന്നത്. ശരംകുത്തിയിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വനത്തിലാണ് പള്ളിവേട്ട നടക്കുന്നത്. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും. നാളെ ശ്രീഭൂതബലിക്കും വിളക്കിനെഴുന്നള്ളിപ്പിനും ശേഷം പള്ളിവേട്ട എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്ക് പുറപ്പെടും. ആനപ്പുറത്താണ് ദേവൻ എഴുന്നള്ളുക. ഒപ്പം അമ്പും വില്ലുമായിട്ട് കുറുപ്പുമാരും വേട്ടക്കുറുപ്പുമാരും മറ്റുമുണ്ടാകും, ഒപ്പമുണ്ടാകും. നാളെ പള്ളിവേട്ട എഴുന്നള്ളത്തിന് പോകുന്ന സമയം വാദ്യമേളങ്ങളുടെ അകമ്പടി ഉണ്ടാവുകയില്ല. തിരികെ ഭഗവാൻ എഴുന്നള്ളുമ്പോൾ വേട്ട കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ആദ്യമേളങ്ങളോട് കൂടിയായിരിക്കും തിരികെ എഴുന്നള്ളത്ത്. വേട്ട കഴിഞ്ഞു അശുദ്ധിയായി എന്ന സങ്കല്പത്തിൽ നാളെ ശ്രീകോവിലായിരിക്കില്ല ഭഗവാന്റെ പള്ളിയുറക്കം. ശ്രീകോവിലിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ ഗണപതി ഹോമം നടക്കുന്ന മണ്ഡപത്തിന്റെ ഒരു വശത്തായിട്ടുള്ള പ്രത്യേക മുറിയിലാണ് നാളെ ഭഗവാന് പള്ളിയുറക്കം ഉണ്ടാവുക. നാളെ പള്ളിവേട്ട പ്രധാനപ്പെട്ട ചടങ്ങ് 11ാം തീയതി, ഏപ്രിൽ 11ാം തീയതി ഭഗവാന്റെ തിരു ആറാട്ട് പമ്പയിൽ നടക്കും. രാവിലെ 9 മണിയോടുകൂടി ചടങ്ങുകൾ പൂർത്തിയാക്കി, ആറാട്ട് ബലിയടക്കമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പുറപ്പെടും. രാവിലെ 11 മണിക്കാണ് പമ്പയിൽ ആറാട്ട് നടക്കുന്നത്. അതിനുശേഷം ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തും. വൈകിട്ട് 4 മണിക്ക് ആറാട്ട് ഘോഷയാത്ര തിരികെ സന്നിധാനത്തേക്ക് പുറപ്പെടും. രാത്രിയിൽ ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് 10 ദിവസത്തെ ഭഗവാന്റെ ഉത്സവത്തിന് കൊടിയിറങ്ങും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നും തിരക്ക് കുറവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ സന്തോഷം ഭക്തജനങ്ങൾ എല്ലാം പൈങ്കുനി ഉത്രം
ഉത്സവത്തിന് സമാപനം മറ്റന്നാളാണ്. അപ്പോൾ സ്വാഭാവികമായും നാളെ തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? വിഷു കൂടി വരാനിരിക്കെ ഇനിയുള്ള ദിവസങ്ങൾ ഇന്നുകൂടി തിരക്ക് കുറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. നാളെ മുതൽ അങ്ങോട്ട് വലിയ തിരക്കെന്നാണോ ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത്? കൃഷ്ണരാജ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. 10-ാം തീയതിക്ക് ശേഷം തിരക്കുണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണ് ദേവസ്വം ബോർഡിനുള്ളത്. നാളെ മുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ വലിയ തിരക്കും പ്രതീക്ഷിക്കുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് വിഷുക്കാലത്താണ് എല്ലാ വർഷവും. അതുകൊണ്ട് തന്നെ വിഷുവിന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തും എന്നുള്ള വിലയിരുത്തലുണ്ട്. 14-ാം തീയതിയും 13-ാം തീയതിയും ഒക്കെ ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഈ ഉത്സവ നാളുകളിൽ കുറവാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുമൊക്കെയായി കൂടുതൽ ഭക്തജനങ്ങൾ എത്തും എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ സമാനമായ രീതിയിൽ വിഷു ദിവസങ്ങളോട് അനുബന്ധിച്ച് കൂടുതൽ ക്രമീകരണങ്ങൾ, കൂടുതൽ വിഭാഗങ്ങളോട് കൂടുതൽ ക്രമീകരണങ്ങൾ, വിപുലമായ ക്രമീകരണങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഈ 18 ദിവസം നട തുറന്നപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുമുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഭക്തജനങ്ങളെ മുഴുവൻ 18-ാം പടി കയറി എത്തുന്ന ഭക്തജനങ്ങളെ മുഴുവൻ നേരത്തെ മീനമാസ പൂജാ സമയത്ത് ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നേരിട്ടുള്ള ദർശന ക്രമീകരണം നടത്തിയിരിക്കുന്നു. ഈ ദർശന ക്രമീകരണത്തിന് ഇപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല. ക്രമീകരണം വലിയ രീതിയിൽ തന്നെ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്, തിരക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഇനി തിരക്കുള്ള ദിവസങ്ങളിലായിരിക്കും ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക. അത് വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ചടങ്ങുകൾ നടക്കുന്ന സമയത്താണ് ഫ്ലൈ ഓവറിലേക്ക് ഭക്തജനങ്ങളെ മാറ്റുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള പ്രത്യേക ചടങ്ങുകൾ ഉച്ചപൂജ രാവിലെ 10:30 നടക്കും. ഉത്സവബലി നേരത്തെ നടത്തുന്നത് കൊണ്ട് തന്നെ ഉച്ചപൂജ രാവിലെ 10:30 തുടങ്ങും. കളഭാഭിഷേകവും കലശാഭിഷേകവും കൂടി ഉച്ചപൂജ 10:30 11:30 ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കും. 2.5 മണിക്കൂറോളം ഉത്സവബലി ചടങ്ങുകളുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഉത്സവബലി ദർശനം. വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. 6:30 ദീപാരാധന, 7 മണിക്ക് പടിപൂജയുണ്ട്. 7:45 മുളപൂജ, 9 മണിക്ക് ശ്രീഭൂതബലി, 9:30 പ്രധാനപ്പെട്ട ഉത്സവ ചടങ്ങിനായ വിളക്കിനെഴുന്നള്ളിപ്പ് നടക്കുന്നത്. ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിന് ശേഷമാണ് വിളക്കിനെഴുന്നള്ളിപ്പ് ചടങ്ങ് നടക്കുന്നത്. 1 മണിക്കൂറോളമുണ്ട്. 10:30 ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇതാണ് ഇന്നത്തെ പ്രത്യേക ചടങ്ങുകൾ. ഈ വിളക്കിനെഴുന്നള്ളിപ്പും ഉത്സവബലിയുടെയും എല്ലാം സമയത്ത് ഭക്തജനങ്ങൾ ശരണം വിളികളോടെ സന്നിധാനത്ത് തിരുമുറ്റത്ത് സന്നിഹിതരായി നിൽക്കുമ്പോൾ അത് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണുന്നത്. ഭഗവാന്റെ വിശിഷ്ടമായ ഉത്സവ ചടങ്ങുകൾ, ഉത്സവബലി ദർശനം ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്തജനങ്ങൾക്ക് കണ്ടു തൊഴുന്നതിനുള്ള അവസരമുണ്ട്. വൈകിട്ട് വിളക്കിനെഴുന്നള്ളിപ്പ് സമയം ശരണമന്ത്രങ്ങളാൽ മുഖരിതമാവുകയാണ് സന്നിധാനം. മനം നിറയെ അയ്യപ്പസ്വാമിയെ ഭജിച്ചു നിൽക്കുന്ന, അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ചു നിൽക്കുന്ന ഭക്തജനങ്ങൾ എല്ലാവരും ഒന്നായി ചേർന്നുകൊണ്ട് തത്വമസി എന്ന പൊരുള് ആപ്തവാക്യം യാഥാർത്ഥ്യവൽക്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വിളക്കിനെഴുന്നള്ളിപ്പ് വിശിഷ്ടമായ ചടങ്ങുകളുടെ സമയത്തെല്ലാം സന്നിധാനത്ത് നിന്നും കാണുന്നത്. അങ്ങനെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചകളാണ് ഈ ഉത്സവ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം 18-ാം പടി കയറി എത്തുന്ന ഭക്തർ എത്രത്തോളം സന്തോഷത്തോടെയാണ്, എത്രത്തോളം ആത്മനിർവൃതിയോടുകൂടിയാണ് 18-ാം പടി കയറി എത്തുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലേതൊക്കെ പോലെ തന്നെ 18-ാം പടി തൊട്ട് തൊഴുത് വണങ്ങി സാവധാനം മുന്നോട്ട് കയറി വരുന്ന, ഓരോ പടിയും തൊട്ട് തൊഴുതി കയറി വരുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപൂർവമായി മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ഇങ്ങനെയൊരു ഭാഗ്യം സിദ്ധിക്കുന്നത്. വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന ദിവസങ്ങളിലൊന്നും ഇങ്ങനെ തൊട്ട് തൊഴുതൊന്നും, എല്ലാ പടികളും തൊഴുതൊന്നും കയറി വരുന്നതിനുള്ള സാഹചര്യം ഭക്തജനങ്ങൾക്ക് ഉണ്ടാവുകയില്ല. പക്ഷേ ഉത്സവത്തിന്റെ അതായത് 18 പടികളും തൊട്ടു തൊഴുത് തിരക്കൊന്നുമില്ലാതെ പടി കയറി വന്ന് നേരിട്ട് അയ്യനെ ദർശിക്കാൻ അതിനും സമയമുണ്ട്. കാരണം സാവധാനം, സാധാരണ തീർത്ഥാടന കാലത്തെന്ന പോലെ പെട്ടെന്ന് വണങ്ങി തൊഴുതു പോവുക എന്നതിനപ്പുറം അല്പം സമയം അവിടെ നിന്ന് തൊഴുതു പോകാനുള്ള സമയം കിട്ടുന്നു. ഈ ഭക്തർ എത്ര ഭാഗ്യവാന്മാരാണ്, അവരോട് ചോദിക്കും. തീർച്ചയായും അവരുടെ സന്തോഷത്തിന്റെ നിർവൃതി അതെല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ആ വാക്കുകളിൽ, അവരുടെ വാക്കുകളിൽ നിന്നും കേട്ടത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. തൊഴുതോ? തൊഴുതു. എങ്ങനെയുണ്ടായിരുന്നു സുഖദർശനം സാധ്യമായതിന്റെ സന്തോഷം? നന്നായിരുന്നു, ഭംഗിയായിട്ട് വരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല ദർശനം. ഈ ഉത്സവ സമയത്തുള്ള ഏറ്റവും വലിയ സൗകര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കില്ലാണ്ട് ദർശനം. പക്ഷെ പൊതുവെ കാഴ്ചയിൽ അന്യ സംസ്ഥാനക്കാരാണ് കൂടുതൽ, നമ്മുടെ നാട്ടുകാരേക്കാൾ കൂടുതൽ ദർശനത്തിന് എത്തുമ്പോൾ ഇതുപോലെ സുഗമമായിട്ടുള്ള ദർശനം സാധ്യമായിട്ടുണ്ടോ? ഞാൻ ഉത്സവ സമയത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. മണ്ഡലകാലത്തൊക്കെ വരുമ്പോൾ വലിയ തിരക്കല്ലേ? മണ്ഡലകാലത്ത് തിരക്ക്. അത് കഴിഞ്ഞ് മണ്ഡലകാലത്ത് വരവ് നിർത്തി മാസപൂജയ്ക്കാക്കി മാറ്റി വരവ്, അങ്ങനെയാക്കി. അതിൽ വളരെ സൗകര്യമാണ്. ഇതിപ്പോൾ
ഞാനുണ്ട്, ഇപ്പോൾ എൻ്റെ മകനുണ്ട്. ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ദർശനം നടത്തി, പറയാതിരിക്കുന്നതിൽ സ്വാമിശ്വരന് ഭംഗിയായി നടന്നത്. ഇതുപോലെ സമാനമായ രീതിയിലുള്ള വാക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെ എത്തുന്ന ഭക്തജനങ്ങളിൽ നിന്നെല്ലാം കേൾക്കുന്നത്. അത്രത്തോളം ആത്മാസംതൃപ്തിയോടുകൂടി നിർവൃത്തിയോടുകൂടിയാണ് ഭക്തജനങ്ങളുടെ എല്ലാം മടക്കം. നേരത്തെ മണ്ഡലകാലത്തൊക്കെ വലിയ തിരക്കുള്ള സമയത്തൊക്കെ വരുമ്പോൾ ഇത്രയും സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്കൊന്നും സാധ്യമാവുകയില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ എത്തുമ്പോൾ സുഗമമായ ദർശനം, പരമാവധി സമയം അയ്യപ്പസ്വാമിയെ കാണുന്നതിനുള്ള സൗകര്യം, നേരത്തെ പറഞ്ഞതുപോലെ 18-ാം പടി തൊട്ട് തൊഴുത് വണങ്ങി കയറി വരുന്നതിനുള്ള സൗകര്യം, ആ ഒരു ഭാഗ്യമൊക്കെയാണ് ഈ ദിവസങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഉള്ളത്. പ്രത്യേകം പറയേണ്ടത്, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായി മാളികപ്പുറങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്. കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ധാരാളമായി എത്തുന്നുണ്ട്. അവധിയൊക്കെയാണ്. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിലും ഒരുപക്ഷേ കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളും ഒക്കെ ധാരാളമായി എത്താനുള്ള ഒരു സാധ്യതയും ഉണ്ട്. മാളികപ്പുറങ്ങളൊക്കെ ധാരാളമായി എത്തുന്നത് ഈ ദിവസങ്ങളിലാണ്. മണ്ഡല കാലത്തേക്കാൾ കൂടുതൽ ഈ മാസപൂജ സമയത്തും ഒപ്പം ഉത്സവം, വിഷു, ഓണം അതുപോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിലാണ് സാധാരണ മാളികപ്പുറങ്ങളും കൂടുതലായി എത്തുന്നത്. ആ കാഴ്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടും കാണുന്നുണ്ട്. മാളികപ്പുറങ്ങൾ കൂടുതലായിട്ട് എത്തുന്നുണ്ട്. അമ്മ ഇവിടുന്ന് വരുന്നേ? സുഖമായി ദർശനം നടത്തി. സന്തോഷമാണ്. സുഖമായ ദർശനം നടത്തി. അതെ, സുഖമായിട്ട് നിന്ന് തൊഴുതു, കുറച്ചു നേരം നിന്ന് തൊഴുതു. അതിന്റെ വലിയൊരു സന്തോഷം. സന്തോഷം. എത്ര പേരടങ്ങുന്ന സംഘമായിരുന്നു? ഞങ്ങൾ 4 പേര്, മോൻ്റെ മോനും മോളെ മോനും. മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മഴയുണ്ടായിരുന്നല്ലോ ഇന്നലെ? ഇന്നലെ മഴ ഉണ്ടായിരുന്നു. മലകയറ്റമായിരുന്നു അല്ലേ? സന്നിധാനം ഇപ്പോൾ മഴയും ഉണ്ട്. ഇടയ്ക്ക് മേഘാവൃതമായ അന്തരീക്ഷമാണ് രാവിലെയും. ഇന്നലെ മഴ പെയ്തു. ഇന്നലെ തുടർച്ചയായ മഴയാണ്, കനത്ത മഴയായിരുന്നു. മിന്നലോട് കൂടിയ മഴ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ശേഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വേനൽ മഴ പെയ്തതിൻ്റെ ആശ്വാസമൊക്കെ ഭക്തർക്ക് ഉണ്ട്. എന്തായാലും ഇന്നും മഴ ഉണ്ടാകുമെന്ന് തോന്നുന്നു. മേഘാവൃതമാണ് രാവിലെയും. കാലാവസ്ഥ മൂടിക്കെട്ടിയ കാലാവസ്ഥ ഉണ്ട്. ഇനി വരും ദിവസങ്ങളിൽ, നാളെ മുതലുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നു. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ ധാരാളമായി എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തിരക്ക് കൂടുതൽ ഉണ്ടായാൽ അതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നെന്ന് പറയുന്നു. 50,000-ൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുകയാണെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ ഭക്തജനങ്ങളെ മുഴുവൻ ഫ്ലൈ ഓവറിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ തിരക്ക് നിയന്ത്രണ ശബരിമല സന്നിധാനം. നാളെ അയ്യപ്പസ്വാമിക്ക് പള്ളിവേട്ടയാണ്. മറ്റന്നാളാണ് ഉത്സവ ദിവസം. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. ഈ ശബരിമല സന്നിധാനത്തു നിന്നുള്ള ചില നിഷ്കളങ്ക കാഴ്ചകളിലേക്കാണിനി. തിരുവുത്സവ നാളുകളിൽ സന്നിധാനത്തേക്ക് കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും കൂടുതലായി എത്തുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും നിഷ്കളങ്ക ഭക്തിയും പലപ്പോഴും സന്നിധാനത്ത് കൗതുക കാഴ്ചയാണ്. അങ്ങനെയുള്ള സന്നിധാനത്തെ ചില കുഞ്ഞു കാഴ്ചകളിലേക്ക്. വേനലവധിയാണ്. അയ്യപ്പസ്വാമിയെ കാണണം. അച്ഛന്റെയും മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ കൈപിടിച്ച് മലകയറി ഭഗവാൻ അരികിലെത്തി. കുഞ്ഞു മനസ്സിലെ കുഞ്ഞു പ്രാർത്ഥനകൾ സ്വാമിയോട് പറയണം. ഭഗവാനെ കണ്ടപ്പോഴോ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷവും. സന്നിധാനത്തെ കുഞ്ഞു മുഖങ്ങളിൽ നിന്നെല്ലാം അവരുടെ മനസ്സിലുള്ളത് ഇങ്ങനെ വായിച്ചറിയാം. ഭഗവാനെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ചിലർ. മറ്റു ചിലരാകട്ടെ അയ്യപ്പസ്വാമിയെ കാണാൻ പോകുന്നതിന്റെ ആകാംക്ഷയിലും. ഇനി ചിലർ ദർശനമൊക്കെ കഴിഞ്ഞ് നെയ്യഭിഷേകത്തിന് ഒരുങ്ങുകയാണ്. ഭഗവാനെ കണ്ടു, ഇനി കുറച്ചുനേരം കളിച്ചു ചിരിച്ചുമൊക്കെ ഇരിക്കാമെന്ന ഭാവത്തിലും ചിലർ. കുഞ്ഞു സഹോദരങ്ങളുടെ ചോറൂണ് ചടങ്ങിനെത്തിയ കുഞ്ഞ് മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരുമുണ്ട്. നേരിൽ നിർത്താതെ സംസാരിക്കുന്ന ചിലർ ക്യാമറയ്ക്ക് മുന്നിലോ ഞങ്ങളൊന്നും പറയില്ല എന്ന ഭാവത്തിലും. മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മലകയറ്റം നീ അയ്യപ്പനെ കാണാൻ പോകുന്നതിന്റെ സന്തോഷത്തിലല്ലേ? ഹാപ്പിയല്ലേ? ഹാപ്പിയാ? സ്വാമിയെ കണ്ട സന്തോഷമായില്ലേ? നിങ്ങളുടെ തൊട്ടപ്പുറത്തെ നാട്ടിൽ നിന്ന് വന്ന ഞങ്ങൾ ഇവിടെ ഉണ്ടേ.
ഞങ്ങളോടും விசேஷம் திறக்காமெന്ന് ചിലർ. எங்க இருந்து வருது? சேலம்ல இருந்து வரேன். ஐயப்பனை பார்த்துருக்க அப்புறம் ஹாப்பியா இருக்கா? ஹாப்பி. ரொம்ப ஹாப்பியா? ஆ மலை கயிறு எப்படி இருக்கு? சூப்பரா இருந்துச்சு. வரப்போது ஸ்னேக்லாம் பார்த்தேன். நிறைய ஸ்னேக் இருந்துச்சு. அப்புறமேட்டு ஜாலியாகவும் இருந்துச்சு. ஃப்ரெண்ட்ஸ் கூட வரப்போது ஹாப்பியாக இருந்துச்சு. அப்புறமே ஜாலியாகவும் இருந்துச்சு. ഹാപ്പി. അയ്യപ്പസ്വാമിക്ക് നിഷ്കളങ്ക ഭക്തി സമർപ്പിച്ച് അതീവ സന്തോഷത്തോടെയാണ് കുഞ്ഞുങ്ങളുടെ എല്ലാം മലയിറക്കം. ജനം സന്നിധാനം. സന്നിധാനത്തെ ഉത്സവാഘോഷ കാഴ്ചകൾ കണ്ടു. നമുക്കിനി കരിക്കകത്തേക്ക് പോകാം. ഭക്തിയുടെ നിറവിൽ കരിക്കകം. നമ്മുടെ തലസ്ഥാനം പൊങ്കാല മഹോത്സവത്തിന് പേരുകേട്ടതാണ്. അത് ആറ്റുകാൽ പൊങ്കാല നമുക്കറിയാവുന്നതാണ്. ലക്ഷങ്ങളാണ് വന്ന് പൊങ്കാലയിട്ട് ആറ്റുകാലമ്മയെ വണങ്ങി മടങ്ങിപ്പോകുന്നത്. അടുത്തത് കരിക്കകത്താണ്. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്നാണ്. രാവിലെ 9:40 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൊങ്കാല കളത്തിലെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരും. ഉച്ചയ്ക്ക് 2:15 ദേവിയുടെ ഉടവാൾ പൊങ്കാല കളത്തിൽ എഴുന്നള്ളിച്ച് പൊങ്കാല തർപ്പണം നടക്കും. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു, ഇനി കരിക്കകം പൊങ്കാലയാണ്. രാവിലെ വരുന്ന വഴികളിലൊക്കെയും കൊതുമ്പും ചൂട്ടുമൊക്കെയായി ഭക്തജനങ്ങൾ ഇങ്ങനെ ബൈക്കിന് മുന്നിലും പിന്നിലുമൊക്കെ ഇരുന്ന് പോകുന്ന കാഴ്ച കണ്ടതാണ്. വലിയ തിരക്കാണോ ഇപ്പോൾ തന്നെ? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രം കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തജനങ്ങൾ എത്തി പൊങ്കാല അർപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാണ്. കരിക്കകത്തമ്മയ്ക്കാണ്. കരിക്കകം ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂട്ടും കൊതുമ്പും മണ്ഡലവും ഒക്കെയായി രാവിലെ മുതൽ തന്നെ വിവിധ നാടുകളിൽ നിന്ന് വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ഭാഗമാകാൻ, ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമാകാൻ, പൊങ്കാലയുടെ ഭാഗമാകാൻ ഒക്കെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ രാവിലെ പ്രത്യേക പൂജാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള നട തുറന്നിരിക്കുകയാണ്. അപ്പോൾ ക്ഷേത്ര ദർശനത്തിനുള്ള തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 9:40 ക്ഷേത്ര തന്ത്രി പണ്ടാര അടുപ്പിൽ, അതായത് നമുക്ക് ക്ഷേത്ര നടയോട് നേരെ മുൻഭാഗത്തായി കാണാൻ കഴിയുന്ന പൊങ്കാലക്കളത്തിൽ തന്ത്രി അഗ്നി പകരുന്നത്. ആ ഒരു പൊങ്കാലക്കളത്തിൽ പണ്ടാര അടുപ്പ് തയ്യാറാക്കിയ പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടുകൂടിയാണ് 2025 കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ പൊങ്കാലയിലേക്ക് കടക്കുന്നത്. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല തർപ്പണം നടക്കുന്നത്. ദേവിയുടെ ഉടവാൾ ഈ പൊങ്കാലക്കളത്തിലേക്ക് എത്തിക്കും. പൊങ്കാലക്കളത്തിൽ എത്തിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാല ചടങ്ങിന്റെ സമർപ്പണം അല്ലെങ്കിൽ തർപ്പണം നടക്കാൻ പോകുന്നത്. വിശിഷ്ട അതിഥികൾ, ഒപ്പം തന്നെ വിവിധ പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ ഒരു പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഏപ്രിൽ 3 കരിക്കകം ക്ഷേത്രത്തിൽ, ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തിന് കൊടിയേറിയത്. ഇന്ന് ഉത്സവത്തിന്റെ 7ാം ദിവസമാണ്. മീനമാസത്തിലെ മകം നാളാണ്. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട, അമ്മയുടെ ഇഷ്ട ദിവസമാണ്, അമ്മയുടെ ദിവസമാണ് എന്ന് കരുതപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന്. ആ ദിവസമാണ് അമ്മയ്ക്ക് മീനമാസത്തിലെ മകം നാളിൽ പൊങ്കാല സമർപ്പിക്കുന്നത്. ആയിരങ്ങളാണ് ഈ ഒരു പുലർച്ചെ തന്നെ ഇവിടെ എത്തി അവരുടെ പൊങ്കാല കലങ്ങൾ തയ്യാറാക്കി, പൊങ്കാല അടുപ്പുകൾ തയ്യാറാക്കി കാത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ദേവിയുടെ പുറത്തെഴുന്നള്ളത്തടക്കമുള്ള ചടങ്ങുകളാണ്. കഴിഞ്ഞ 7ാം തീയതിയും 8ാം തീയതിയും, അതായത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ദേവി രാവിലെ പുറത്തെഴുന്നള്ളി ഭക്തരെ എല്ലാം കണ്ട് അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെ നൽകിയതിന് ശേഷം തങ്കരഥത്തിൽ എഴുന്നള്ളി ഇപ്പോൾ ദേവി ശ്രീകോവിലിൽ തുടരുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ എത്തിക്കണ്ട് ആശീർവാദം വാങ്ങി, അനുഗ്രഹം വാങ്ങി പൊങ്കാല ഇടാനുള്ള ഒരു തിരക്കാണ് നമ്മളിപ്പോൾ ഈ നടപ്പന്തലിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഈ ഒരു പൊങ്കാല ചടങ്ങുകൾ തുടക്കമാകുന്നതോടുകൂടി ആറ്റുകാൽ ക്ഷേത്രത്തിന് സമാനമായ രീതിയിൽ തന്നെ ക്ഷേത്ര പരിസരവും ഈ കരിക്കകം മേഖല മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറും. പൊങ്കാല സമർപ്പണം നടത്തുന്നതോടുകൂടി ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് സമാപനമാവുകയും ചെയ്യും. ദൂരദേശങ്ങളിൽ നിന്നും അടക്കം, സംസ്ഥാനത്തിന് പുറത്തുനിന്നും അടക്കം നിരവധി ആളുകളാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തി അവരുടെ പൊങ്കാല കലങ്ങൾ തയ്യാറാക്കി, പൊങ്കാല അടുപ്പുകൾ തയ്യാറാക്കി സ്ഥലം പിടിച്ച്, ഒരുപക്ഷെ തലസ്ഥാന ജില്ല ഏറ്റവും പേര് കേട്ടത് ഈ പൊങ്കാല മഹോത്സവങ്ങളിലും ക്ഷേത്ര നഗരം എന്നൊക്കെയാണ്. സ്വാഭാവികമായും ആ ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമാകാൻ പ്രായഭേദമന്യേ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ചരിത്രം ഒരുപാട് പറയുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്ന് പറയപ്പെടുന്നുണ്ട്. 3 രൂപത്തിലാണ് ദേവിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബാലചാമുണ്ടിയായും രക്തചാമുണ്ടിയായും ചാമുണ്ടേശ്വരി ദേവിയുമായും ഒക്കെ നമുക്ക് അമ്മയെ ഇവിടെ കാണാൻ സാധിക്കും. ഇഷ്ടകാര്യ സിദ്ധിക്കും, ഒപ്പം തന്നെ ഓരോരുത്തരുടെ അസുഖങ്ങൾ, ഒപ്പം തന്നെ ഓരോരുത്തരുടെ പ്രാർത്ഥനകൾ, അവരുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ സബലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഭക്തനും ഇവിടെ എത്തി പൊങ്കാല തർപ്പണം നടത്തുന്നത്. ഒരുപക്ഷെ പാർവതി പുത്തനാറിന്റെ കരയിൽ കുടികൊള്ളുന്ന ദേവി, ആ ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി എല്ലാവരും കരുതപ്പെടുന്നത് ഈ മീനമാസത്തിലെ മകം നാളാണ്. അമ്മയുടെ പ്രിയപ്പെട്ട ദിവസമാണ്. അത് പൊങ്കാല അർപ്പിക്കുന്നതോടുകൂടി തങ്ങൾക്ക് എത്തും, അല്ലെങ്കിൽ തങ്ങളിലേക്ക് അനുഗ്രഹം എത്തും എന്നുള്ളതാണ് ഓരോരുത്തരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം ഈ മണിക്കൂറിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാന ശ്രീകോവിൽ കുടികൊള്ളുന്ന ദേവിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ പ്രതിഷ്ഠയായി കാണപ്പെടുന്നത്. ഇവിടെ ബാലചാമുണ്ടിയായും രക്തചാമുണ്ടിയുമായും ഒക്കെ, അത് 3 പ്രതിഷ്ഠകളാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയുമായും ഒക്കെ 3 രൂപത്തിലും 3 ഭാവത്തിലുമാണ് നമുക്ക് ഇവിടെ ദേവിയെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത ചരിത്രം, മറ്റൊരിടത്തുമില്ലാത്ത ആചാരങ്ങൾ ഒക്കെയുള്ള ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രം കൂടിയാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം. 600 വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന, ചരിത്രം പറയുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കരിക്കകം. അതുകൊണ്ട് തന്നെ അത്രയധികം ആചാരപ്പെരുമ, അത്രയധികം പുണ്യപുരാതനമായ ഒരു ക്ഷേത്രം കൂടിയാണ്. അവരുടെ ഇഷ്ടകാര്യ സിദ്ധിക്കുമൊക്കെയായി ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിദിനം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു 3 മടങ്ങ് ഇരട്ടി ആളുകളെങ്കിലും ഈ ഒരു ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി ഇന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ രക്തചാമുണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ടി. ഭദ്രകാളിയുടെ വലിയ ചുവർചിത്രമാണ് ഈ ഒരു രക്തചാമുണ്ടി ഇരിക്കുന്ന ആ ഒരു നടയിലുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക, ഒപ്പം തന്നെ ഏറ്റവും രൗദ്രഭാവത്തിൽ ദേവിയെ കാണാൻ കഴിയുന്നത് ആ നടയിലാണ്. പ്രതിഷ്ഠ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ രക്തചാമുണ്ടി എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഈ നടതുറപ്പാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ചടങ്ങ്. സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് കരിക്കകത്തമ്മയ്ക്ക് ഇന്ന് പൊങ്കാലയാണ്. ഇപ്പോൾ തന്നെ ക്ഷേത്ര പരിസരമാകെ ഭക്തജനങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു. പൊങ്കാലയടുപ്പ് കൂട്ടി കലമൊക്കെ പാകപ്പെടുത്തി വെച്ച് അവർ കാത്തുനിൽപ്പാണ്. 9:40 എന്ന് ആ സമയത്തിന് വേണ്ടി. നേരത്തെ എല്ലാവരും എത്തുന്നത് ദേവിയുടെ തിരുനടയിൽ എവിടെയെങ്കിലും ഒരിടം കിട്ടിയാൽ അവിടെ പൊങ്കാല അർപ്പിക്കണം എന്ന മനസ്സോടെയാണ്. പൊങ്കാല അർപ്പിക്കൽ എന്നാൽ മനസ്സർപ്പിക്കലാണ്, സ്വയം അർപ്പിക്കലാണ് ദേവിക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ഇപ്പോഴും 2-2.5 മണിക്കൂർ നേരത്തെയൊക്കെ, ഒരുപക്ഷെ ഇന്നലെ രാത്രി മുതലേ അവിടെ കാത്തിരിക്കുന്നവരുണ്ടാകും. നേരത്തെ ശാലിനി തന്നെ പറഞ്ഞതുപോലെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തി പൊങ്കാല അർപ്പിച്ച് മടങ്ങിപ്പോകുന്ന ചരിത്രപ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കരിക്കകം. ശാലിനി, തുടർന്നോളൂ. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്നാണ്. രാവിലെ 9:40, അതായത് 2 മണിക്കൂറും 15 മിനിറ്റും കഴിയുമ്പോഴാണ് പണ്ടാര അടുപ്പിൽ തീ പകരുക. ഉച്ചയ്ക്ക് 2:15 നിവേദ്യം നടക്കും. ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, പറഞ്ഞോളൂ. ഇപ്പോൾ നമ്മുടെ ഒപ്പം ജനം ടി വിക്കൊപ്പം ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് സെക്രട്ടറി അശോകൻ കൂടി ചേരുകയാണ്. ഒരുപക്ഷെ ഈ ഉത്സവത്തിന്റെ പ്രധാന കാര്യക്കാരൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി കുറച്ച് സമയമേ ഉള്ളൂ ക്ഷേത്രത്തിലെ പൊങ്കാല ആ ഒരു അഗ്നി പകർന്ന് ആ ഒരു ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിന്റെ ചടങ്ങിന് തുടക്കമാകുക. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഈ അവസാനം? ഈ വർഷം പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്ര ട്രസ്റ്റ് വിപുലമായ സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ തന്നെ ഏകദേശം 1000-ത്തിലധികം പോലീസുകാരുടെ സേവനം നമുക്ക് ലഭിച്ച് കഴിഞ്ഞു. അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. 9:40 കൃത്യം 9:40 തന്നെ ക്ഷേത്രതന്ത്രി പണ്ടാരടുപ്പിൽ തീയെത്തിക്കുന്നതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 2:15 മണിയോടുകൂടി പൊങ്കാല തർപ്പണം നടത്തുന്നതിനാണ്. ഇതിനിടയ്ക്കുള്ള സമയത്ത് ഭക്തജനങ്ങൾക്ക്
വിപുലമായ ദേവീ ദർശനത്തിനുള്ള സംവിധാനം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ യാത്ര ഒരുക്കുന്നതിനായി KSRTC ഏകദേശം 200ഓളം ബസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ സേവനം, വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വാട്ടർ അതോറിറ്റിയുടെ മികച്ച സേവനം തന്നെ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. നമ്മുടെ ജനപ്രതിനിധികളും സർക്കാരും നഗരസഭയെല്ലാം ചേർന്ന് എല്ലാ സംവിധാനവും കരിക്കൻ ചാമുണ്ഡി ക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ടെന്നുള്ളവരും ഞാൻ അറിയിക്കുന്നു. മുൻ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് ഈ വർഷം ഉണ്ടെന്ന് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് ഈ വർഷമാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞങ്ങളുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപം, ഏകദേശം 2000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന അന്നദാന മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം ഈ ഉത്സവത്തിന് 2 ദിവസം മുമ്പായിരുന്നു. ഒരു ദിവസം 25,000-ഓളം ഭക്തജനങ്ങൾക്ക് അന്നദാന സദ്യ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ എല്ലാ ദിവസവും 25,000 പേർക്ക് അന്നദാന സദ്യ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. കൂടാതെ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഏകദേശം 2 മണി മുതൽ വെളുപ്പാങ്കാലം 2 മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര ട്രസ്റ്റ് എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ട എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ നിന്നാണ് നമുക്ക് വേണ്ടി കുറച്ച് സമയം സംസാരിച്ചിട്ടുള്ളത്. ക്ഷേത്ര ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്, അശോകനാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ KSRTC പ്രത്യേകമായിട്ടുള്ള സർവീസുകൾ ഒരുക്കിയിരിക്കുകയാണ്. 200-ലധികം വരുന്ന KSRTC ബസ്സുകളാണ് ഇത്തവണ കരിക്കകം ചാമുണ്ടീശ്വരി ക്ഷേത്രത്തിലേക്ക് ഉത്സവ നാളുകളിൽ പ്രത്യേകമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2000-ലധികം വനിതാ പോലീസിനെ അടക്കം വിന്യസിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിന് നട തുറന്നപ്പോൾ മുതൽ തന്നെ അവർ ഡ്യൂട്ടിയിലുണ്ട്. വലിയ രീതിയിലുള്ളൊരു അഭൂതപൂർവമായ തിരക്കുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കൂടിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ണുകളോടെ ഒപ്പം തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിച്ചതിന് ശേഷം പോയി പൊങ്കാല അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന അമ്മമാരെ നമുക്ക് കാണാം, കുഞ്ഞു കുട്ടികളെ കാണാം, താലപ്പൊലിയുമായി എത്തിയിരിക്കുന്ന കുഞ്ഞു ബാലികമാരെ നമുക്ക് കാണാം. അങ്ങനെ എല്ലാ ആചാര പെരുമ കൊണ്ടും ഒപ്പം തന്നെ അപൂർവമായ ആചാരങ്ങൾ കൊണ്ടും ഒക്കെ വളരെ പ്രസിദ്ധമായ കരിക്കകത്തമ്മയ്ക്ക് ഇനി പൊങ്കാല അർപ്പിക്കാൻ, അല്ലെങ്കിൽ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരാനായി കാത്തിരിക്കുകയാണ് ക്ഷേത്ര തന്ത്രി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തുകൂടി ഇവിടുത്തെ ശുദ്ധപുണ്യാഹ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഏകദേശം 9:40 ആവുമ്പോൾ ഈ ഭാഗത്തുകൂടിയാണ് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും അഗ്നിയുമായി എത്തുന്നത്. അതിനുശേഷം തൊട്ട് മുൻപിലായി നടപ്പന്തലിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പണ്ടാര അടുപ്പ് കളത്തിലേക്ക് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള പണ്ടാര അടുപ്പ് കലത്തിലേക്ക് പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരും. അഗ്നി പകരുന്നതോടുകൂടി ക്ഷേത്ര പരിസരത്തും മുറ്റത്തും ഒപ്പം തന്നെ ക്ഷേത്രത്തിന്റെ സമീപമായിട്ടുള്ള ഏകദേശം ചുറ്റളവിൽ ഏകദേശം 4-ലധികം കിലോമീറ്ററിൽ ചുറ്റളവിലാണ് പൊങ്കാല സമർപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പൊങ്കാല കലത്തിലേക്കും പൊങ്കാല അടുപ്പുകളിലേക്കും ഈ അഗ്നി എത്തുകയും ചെയ്യും. 2:15 ഔദ്യോഗികമായി പൊങ്കാല തർപ്പണം നടക്കുന്നത്. ദേവിയുടെ ഉടവാള് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാകാളിയും മഹാലക്ഷ്മിയും ഒക്കെയായി ഇവിടെ കുടികൊള്ളുന്ന 3 രൂപത്തിൽ 3 ഭാവത്തിലൊക്കെ കുടികൊള്ളുന്ന ആ ഒരു ദേവി ചാമുണ്ടേശ്വരി ദേവി, രക്തചാമുണ്ടിയും ഒക്കെയായി കുടികൊള്ളുന്ന ദേവിയുടെ ഉടവാൾ ഈ പൊങ്കാല കളത്തിലേക്ക് എത്തും. പണ്ടാര അടുപ്പിന് സമീപത്തേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഉടവാൾ എത്തിച്ച് പൊങ്കാല തർപ്പണം നടത്താൻ പോകുന്നത്. അതോടുകൂടിയാണ് 7 ദിവസം നീണ്ടുനിന്ന പൊങ്കാല മഹോത്സവത്തിന് ഔദ്യോഗികമായി സമാപനം കുറിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാലയാണ്. ഇന്ന് 9:40 പണ്ടാര അടുപ്പിൽ അഗ്നി പകരും. ഉച്ച കഴിഞ്ഞ് 2:15 നിവേദ്യ ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ തന്നെ 10,000-ങ്ങളാണ് അവിടെ പൊങ്കാല അർപ്പിക്കാനായി ക്ഷേത്ര പരിസരത്ത് എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. പുതുവർഷം പിറന്ന് 3 മാസം മാത്രം പിന്നിടുമ്പോൾ കുതിച്ചുയർന്ന് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ. 8,464 റോഡ് അപകടങ്ങളിലായി ജീവൻ നഷ്ടമായത് 638 പേർക്കാണ്. 2025 ഫെബ്രുവരിയുള്ള കണക്കുകളാണിത്. വിവിധ അപകടങ്ങളിലായി 9,700 പേർക്ക് പരിക്കേറ്റു. റോഡ് സുരക്ഷകൾ ശക്തമാക്കിയതിലൂടെ അപകടങ്ങൾ കുറയുന്നുവെന്ന് സർക്കാർ സ്വയം അവകാശപ്പെടുമ്പോഴാണ് അപകടങ്ങളുടെ കണക്കുകൾ നമ്മെ ഞെട്ടിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ദിവസവും യാത്ര പോകുന്നവർക്കറിയാം, വരുന്ന വഴികളിലൊക്കെയും ഒരു അപകടമെങ്കിലും കാണാതെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് റോഡുകളിൽ ഒഴുകിയെത്തുന്ന മണ്ണൊക്കെ വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കാണല്ലോ. സർക്കാരിൻ്റെ പറച്ചിലുകളെ അപ്പാടെ തള്ളിക്കളയുന്നതോ കണക്കുകൾ?
കൃഷ്ണരാജ്, നമ്മുടെ ദേശീയപാതയായാലും ശരി, സംസ്ഥാന പാതകളായാലും ശരി, ഗ്രാമവേദികളായാലും ശരി, ഇവിടെയെല്ലാം നിരന്തരം അപകടങ്ങൾ നടക്കുന്നു എന്നതിന് തെളിവാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വലിയ ഒരു കണക്കുകൾ തന്നെയാണ് ഈ കഴിഞ്ഞ 2 മാസക്കാലം പുതുവത്സരം പിറന്നതിന് ശേഷം, അതായത് 2025 പിറന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അപകടങ്ങളുടെയും മരണങ്ങളുടെയും കണക്കുകളാണ് ഇത് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്. കാരണം ഒരു വർഷം പൂർത്തിയോ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ പകുതിയോ ആയിട്ടില്ല, അതിനു മുമ്പ് തന്നെ അപകടങ്ങൾ കുതിച്ചുയരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ റോഡ് അപകടങ്ങൾ തടയുവാനായി പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. റോഡ് സുരക്ഷാ അതോറിറ്റി അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ AI ക്യാമറകൾ സ്ഥാപിച്ചത് പോലും അത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നു എന്ന് പലതവണ സർക്കാർ അവകാശപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ സ്ഥാപിച്ചതിന് ശേഷമാണ് റോഡ് അപകടങ്ങൾ കുറഞ്ഞിട്ടുള്ളതെന്ന്. മാത്രമല്ല പല സ്ഥലങ്ങളിൽ ഇൻ്റർസെപ്റ്റർ ഉള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ നിരീക്ഷണ ക്യാമറകൾ മറ്റ് സ്ഥലങ്ങളിലുണ്ട്. ഇങ്ങനെയെല്ലാം നടത്തുമ്പോഴും അപകടങ്ങളിലും കുറവില്ല, അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിലും കുറവില്ല, പരിക്കേൽക്കുന്നവരുടെ എണ്ണത്തിലും കുറവില്ല. ദിനം പ്രതി ഈ ഓരോ കണക്കുകളും വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സർക്കാരിൻ്റെ ഒരു പരാജയമായിട്ട് വേണം നമുക്ക് കണക്കിലാക്കാൻ. കഴിഞ്ഞ ഈ 2 മാസത്തെ കണക്കുകളാണ് ഇപ്പോൾ ഏറ്റവും പറയാനുള്ളത്. അതായത് ഈ 2025 ആരംഭിച്ചതിന് ശേഷം ഈ ഫെബ്രുവരി മാസം വരെയുള്ള കണക്കാണ്. 8464 റോഡ് അപകടങ്ങളാണ് സംസ്ഥാനത്താകമാനമുണ്ടായത്. ഇതിൽ 638 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. പരിക്കേറ്റത്, അതായത് ഈ അപകടങ്ങളിൽ ഗുരുതരവും അല്ലാത്തതുമായിട്ടുള്ള പരിക്കുകളേറ്റത് ഈ 2 മാസ കാലയളവിൽ 9703 പേർക്കാണ്. ഇങ്ങനെയാണ് ഈ കണക്കുകൾ എന്ന് പറയുന്നത്. അതായത് വലിയ ഒരു 2 മാസം മാത്രമാണ് പിന്നിട്ടത്. അതും ഈ മാർച്ച് മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും പകുതിയുള്ള കണക്കുകളും തുടർന്ന് മാത്രമേ അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ തുടർന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ സംഖ്യ ആയിരിക്കില്ല. തുടർന്നും മരണസംഖ്യയായാലും ശരി, അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ എണ്ണത്തിലുള്ള സംഖ്യകളായാലും ശരി, അത് വർദ്ധിക്കാനുള്ള സാധ്യത, ഇതിലും കൂടുതൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം ആ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ നടക്കുന്നത്. പല സമയങ്ങളിലും KSRTC ഡ്രൈവർമാരുടെ അടക്കമുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഡ്രൈവിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് അശാസ്ത്രീയമായ പൊതുജനങ്ങളുടെ അടക്കം അശാസ്ത്രീയമായ ഡ്രൈവിംഗ്, മദ്യപിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് അടക്കമുള്ളവയുണ്ട്. അതോടൊപ്പം തന്നെ യുവാക്കൾ അധികവും മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ അമിത വേഗം, ബൈക്കുകളിലൂടെയുള്ള ആക്സിഡൻറ്റ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടന്നു വരുന്നുണ്ടെന്ന് ഒരു വലിയ കണക്കുമുണ്ട്. കാരണം ഈ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പോലും പറയാമെങ്കിൽ സമയം അതിക്രമിക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകും. അത്രയ്ക്ക് വലുതാണ് ഓരോ ജില്ലകളിലെയും കണക്കുകൾ നമ്മൾ പറയുമ്പോൾ. ഇതിന് എടുത്തു പറയേണ്ടത് ഇതിനോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിലെ കണക്കുകൾ കൂടിയാണ്. അതായത് 2024-ലും 2023-ലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. അതിൽ നിന്നും വലിയ കുറവൊന്നുമില്ല എന്നാണ് ഈ വർഷത്തിലേക്ക് വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ എത്തുമ്പോഴും സംഭവിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 2024-ൽ 48,919 റോഡ് അപകടങ്ങളാണ് ഉണ്ടായത്. അതിൽ 3774 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 54,741 പേർ പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ് രക്ഷപ്പെടുന്നവരായിട്ടുള്ള സാഹചര്യമുണ്ടായി. അതായത് ഗുരുതരവും അല്ലാത്തതുമായിട്ടുള്ള പരിക്കുകളുണ്ടായത്. അതിൽ ചിലപ്പോൾ ഈ അപകടങ്ങളിൽ ഈ പരിക്കേറ്റവർ കിടപ്പുരോഗികളായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് ചലനശേഷി നഷ്ടപ്പെട്ടവരുണ്ടാവാം. അങ്ങനെ ആ പരിക്കേറ്റവരുടെ കൂടി കണക്കുകളാണ് ഇത് പറയുന്നത്. അതോടൊപ്പം തന്നെ 2023 വരുമ്പോഴും 48,091 അപകടങ്ങളാണ് ഉണ്ടായത്. അതിൽ 4,080 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ 4,080 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 54,320 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇങ്ങനെ ഒരു വലിയ സംഖ്യ ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം പല സമയങ്ങളിൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കുകയും ഈ അപകടങ്ങളെ നേരിടുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ച സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നേരിടുക എന്ന് പറയുന്നത് ഈ റോഡ് സുരക്ഷാ സംവിധാനങ്ങളടക്കം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ കൂടി അടിസ്ഥാനമാണ്. കാരണം ഇത്തരത്തിൽ അമിതവേഗത്തിലൂടെ പോകുന്ന വാഹനങ്ങളെ കണ്ടെത്തുവാനോ, മദ്യപിച്ച് വരുന്ന വാഹനങ്ങളെ കണ്ടെത്തുവാനോ, അല്ലെങ്കിൽ വേഗ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം പരാജയപ്പെടുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇത്തരത്തിൽ മരണസംഖ്യ അടക്കം കൂടുതലില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനടക്കം ഉണ്ടാകുന്ന വീഴ്ച.
അതായത് റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവർ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ എത്തിക്കാൻ ആളുകൾ തയ്യാറാകാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെയും അത് സമാനമായ രീതിയിൽ നിലനിൽക്കുന്നതാണ്. കാരണം ഇത്തരത്തിൽ രാത്രിയോ അല്ലെങ്കിൽ മറ്റ് അസമയങ്ങളിൽ മറ്റും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ആ സമയങ്ങളിൽ പോലും പരിക്കേറ്റപ്പെടുന്നവരെ മാസത്തിനിടെ സംസ്ഥാനത്ത് 8464 റോഡ് അപകടങ്ങൾ ഉണ്ടായി എന്നാണ്. ജീവൻ നഷ്ടമായത് 638 പേർക്കാണ്. എല്ലാ സുരക്ഷയും റോഡുകൾ ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും സംഭവിക്കുന്നത് ഇതാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ബില്ല് അവതരിപ്പിച്ച അവസരത്തിലുണ്ടായത്. പ്രതിപക്ഷം ഉദ്ദേശിച്ച പോലെ ഒരു എതിരഭിപ്രായം ഉണ്ടായില്ല, അനുകൂലമായിട്ടുള്ള അഭിപ്രായമാണ് ഉണ്ടായത്. ഏതാണ്ട് ഇന്ത്യയുടെ മിക്ക സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോയിരുന്നു. അവിടെ നിന്നെല്ലാം അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് കിട്ടിയത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കും. അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, എവിടെയാണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഫൻ്റ് മോർട്ടാലിറ്റി വളരെ കുറവുള്ള ഒരു സംസ്ഥാനമാണ്. അത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ആചാര്യന്മാർ എല്ലാം നമ്മളെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ജീവിത രീതിയുടെ ഫലമായിട്ടാണ് ആരോഗ്യരംഗത്ത് നമ്മൾ മുന്നോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആരായാലും എവിടെയായാലും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് കേരളത്തിൻ്റെ അടുത്ത തലമുറയെ ബാധിക്കുന്നതാണ്, സ്ത്രീകളെ ബാധിക്കുന്നതാണ്, സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്നതാണ്. ആ അർത്ഥത്തിലാണ് അതിനെ എടുക്കേണ്ടത്. അതിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. ഈ വെള്ളാപ്പള്ളി മലപ്പുറം ഒരു രാജ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു തികച്ചും വർഗീയമായ സാധാരണ BJP അത്തരത്തിലുള്ള നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കാറില്ലല്ലോ. അല്ല, തികച്ചും വർഗീയമാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ചാനലിൻ്റെ അഭിപ്രായമാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞു. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ വർഗീയമാണെന്ന്. അതൊരു നിങ്ങൾ പറഞ്ഞു കഴിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്. അത് അങ്ങനെ തന്നെ. ഞാൻ പിന്നെ എന്തിനാ അഭിപ്രായം പറയുന്നു? സാമുദായിക നേതാക്കളൊക്കെ കുറച്ച് പക്വത കാണിക്കണ്ടേ? സമുദായ നേതാക്കന്മാർ അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറി നമ്മളെന്തിനാ പറയുന്നത്? അവരുടെ സമുദായം വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവർക്ക് ഭക്ഷണം വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ രാഷ്ട്രീയക്കാരനല്ലേ. ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളൊക്കെ മുസ്ലിം സമുദായം കൈകടത്തുന്നു എന്നുള്ള ആരോപണമാണ് കെ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കെ സുരേന്ദ്രൻ പറഞ്ഞത് സുരേന്ദ്രൻ മലപ്പുറത്ത് ചില അവസരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം പോലും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വെള്ളം കിട്ടിയെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം വെള്ളം കുടിക്കുന്ന കണ്ടു, ആ പ്രത്യേക അവസരത്തിൽ ഭക്ഷണം കഴിക്കുന്ന കണ്ടു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്ന അവസരത്തിൽ ഞാൻ കയറിയിട്ടല്ല അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല. സുരേന്ദ്രൻ പറഞ്ഞ വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തെ തന്നെ നിങ്ങൾ വിമർശിക്കുന്നവരാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണമെന്നല്ലേ. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം വ്യക്തിപരമായി മാത്രമാണ് കാണുന്നത്. അല്ലെന്നേ, അത് അവരുടെ സമുദായത്തിന് വേണ്ടിയാണ്. അത് അവരുടെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാർക്കാ പറയാൻ സാധിക്കുന്നു? സമുദായം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനൊക്കെയുള്ള സമുദായമാണ്. അത് നിങ്ങൾ പോയിട്ട് വെള്ളാപ്പള്ളിയെ പഠിപ്പിച്ചാൽ മതി. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. അല്ല, മറ്റേ ഈ സാധാരണ ഈ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നൊക്കെ പറയുന്നത് സമുദായത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്തെ തന്നെ അപമാനിക്കുന്ന ഒരു ഈ കേരളത്തിലെ എത്ര പ്രദേശങ്ങളെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്? ഇന്ന രാജ്യമാണ്, അത് നല്ല രീതിയിലും പറയരുതോ? ഒരു രാജ്യം എന്നൊക്കെ പറയുന്നത് ഒരു കരുത്തല്ലേ? പിന്നെ എന്താ കുഴപ്പം? ഒരു രാജ്യമല്ലേ? ഒരു രാജ്യമാണെന്ന് പറഞ്ഞാൽ കൂടുതൽ കരുതും. ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് കൊടുത്തു. എന്നാ ശരി, നന്ദി, നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യമാണ് കണ്ടത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ബംഗാളിൽ അതിക്രമം തുടരുന്നു. മുർഷിദാബാദിൽ പോലീസ് വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ഈ സമീപകാലത്തായി ബംഗാൾ പല വിഷയങ്ങളിലും വലിയ അക്രമങ്ങളുടെ കേന്ദ്രമായി മാറുന്നുവല്ലോ. ഇതിപ്പോൾ വഖഫ് വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത്?
കൃഷ്ണരാജ്, വഖഫ് ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് ഇന്നലെ രാത്രിയോടെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളും ഈ ബില്ല് പാസ്സാക്കുകയും പിന്നീട് രാഷ്ട്രപതി അതിനെ അംഗീകരിക്കുകയും ചെയ്തു. ഇന്നലെ അത് നിയമമാകുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഈ ഇസ്ലാമിക തീവ്ര സംഘടനകൾ അതിക്രമങ്ങൾ നടത്തുന്നത്. അത് പ്രത്യേകിച്ച് ബംഗാളിലാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ ഇപ്പോൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന മാൾഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് അക്രമം നടന്നെങ്കിൽ കഴിഞ്ഞ ദിവസം അത് മുർഷിദാബാദിലേക്ക് വ്യാപിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള ബംഗാളിലെ പോക്കറ്റുകളാണ്. അവിടെയാണ് പോലീസ് വാഹനങ്ങൾക്ക് നേരെ വരെ ആക്രമണമുണ്ടായത്. മുർഷിദാബാദിൽ ഇന്നലെ രാത്രി പോലീസ് ജീപ്പുകളും മറ്റും കത്തിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJP പ്രധാനമായ ആരോപണം ഇപ്പോൾ ഉയർത്തുന്നത് മമതാ ബാനർജിക്കും തൃണമൂൽ സർക്കാരിനും എതിരെയാണ്. വഖഫ് ഭേദഗതി ബില്ല് സഭ പാസ്സാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ തീവ്ര സംഘടനകളെ ഇളക്കിവിടുന്ന രീതിയിലുള്ള പ്രകോപനപരമായ പ്രസംഗം മുഖ്യമന്ത്രി മമതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതാണ് ഈ ഭീകര ശക്തികൾക്ക് ഇപ്പോൾ വലിയ തോതിലുള്ള ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്നത് എന്നതാണ് BJPയുടെ ആരോപണം. എന്തായാലും മാൾഡ, നോർത്ത് 24 പർഗാനാസ്, അതോടൊപ്പം മുർഷിദാബാദ് തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോൾ വ്യാപകമായ അക്രമം ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇപ്പോൾ ഉയരുന്നത്. കൃഷ്ണരാജ്. ഗൗതം, ഈ ബംഗാൾ ഇത്തരം സംഘർഷങ്ങൾക്ക് വേദിയാകുന്നത് എന്തുകൊണ്ടാണ്? ഭരണകൂടം അത് അനുവദിക്കുന്നു, കണ്ണടച്ച് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണരാജ്, പശ്ചിമ ബംഗാളിൽ അധികാരത്തിലിരിക്കുന്ന മമതാ ബാനർജി 2011 മുതൽ മമതാ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാണ്. പ്രധാനപ്പെട്ട TMCയുടെ വോട്ട് ബാങ്ക് തീവ്ര മുസ്ലിം വോട്ട് ബാങ്കാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് വോട്ട് ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള നീക്കം ആദ്യം ഇത് കമ്മ്യൂണിസ്റ്റുകളും പിന്നീട് തൃണമൂൽ കോൺഗ്രസും ചെയ്യുന്നുണ്ട്. അതിനാൽ മമതാ ബാനർജിയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളാണ്. 2021 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മമതാ ബാനർജിക്ക് തുടർഭരണം ലഭിക്കുന്ന ഘട്ടത്തിൽ ബംഗാളിൽ ആഘോഷ പ്രകടനം എന്ന രീതിയിൽ നടന്നത് തന്നെ വലിയ കലാപമായിരുന്നു. അതൊരു ഹിന്ദു വിരുദ്ധ കലാപമായി മാറുകയും ധാരാളം ഹിന്ദുക്കൾ അസം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോകുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കൃത്യമാണിത്. ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം മമതയുടെ ഭാഗത്ത് നിന്ന് പല ഘട്ടങ്ങളിലായി ഉണ്ടാകുന്നുണ്ട്. രാമനവമി ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുക, അതേസമയം തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾക്ക് അനുമതി നൽകുക, അങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രീണന രാഷ്ട്രീയം പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാർ നടത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പലതവണ ഇത് BJP ചൂണ്ടിക്കാണിക്കുകയും ഇപ്പോൾ BJPക്ക് അവിടെ വളർച്ച രൂപപ്പെടുത്താനും കഴിയുന്നത് ഈ പ്രീണന രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ്. കാരണം ഒരു ഭാഗത്ത് മമതാ ബാനർജി മുസ്ലിം വോട്ടുകളെ ഏകോപിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഹിന്ദു വോട്ടുകൾ BJPക്ക് അനുകൂലമായും പശ്ചിമ ബംഗാളിൽ രൂപപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഇനിയും ഒരു വർഷം കഴിഞ്ഞാൽ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അടുത്ത വർഷം ഏപ്രിലിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ ഒപ്പം നിൽക്കുന്ന തീവ്ര മുസ്ലിം സംഘടനകളെ കൂടുതൽ പ്രീണിപ്പിക്കാനുള്ള ശ്രമം മമതയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതാണിപ്പോൾ ഈ വലിയ അക്രമത്തിലേക്ക് വഴിമാറുന്നത്. കൃഷ്ണരാജ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. ബംഗാളിൽ വഖഫ് ഭേദഗതി വിഷയത്തിൽ നിയമഭേദഗതിക്കെതിരെ വലിയ അതിക്രമമാണ് നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൈമാറാനുള്ള കരാർ ഇന്ന് ഒപ്പിടും. കേന്ദ്രവുമായി വരുമാനം പങ്കുവയ്ക്കുന്ന തിരിച്ചടവ് വ്യവസ്ഥയിൽ VGF സ്വീകരിക്കാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. VGF കരാർ ഒപ്പിട്ടാൽ തിരിച്ചടവ് വ്യവസ്ഥ ഒഴിവാക്കി ഗ്രാൻഡായി തന്നെ തുക ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരുമായി ചർച്ച തുടരാനാണ് സർക്കാർ തീരുമാനം. വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, പറയൂ. $817 കോടി രൂപയുടെ വിഴിഞ്ഞം തുറമുഖത്തിനായിട്ടുള്ള കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച VGF തുക നൽകണമെന്ന ഒരു ആവശ്യമാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. അത് വെറുതെ നൽകിയാൽ മതി എന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു. പ്രധാനമായും കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് വായ്പയായി VGF തുക ഈ 817.8
8.0 കോടി രൂപ ഇത്തരത്തിൽ വായ്പയായി നൽകാമെന്ന് കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചെങ്കിൽ പോലും അത് വായ്പയായി നൽകേണ്ട, നിങ്ങൾക്ക് അത് സൗജന്യമായി നൽകണമെന്ന നിലപാട് പല ഘട്ടങ്ങളിലായി കേന്ദ്രത്തിന് മുന്നിൽ സംസ്ഥാനം വച്ചെങ്കിൽ പോലും നിലവിൽ കേന്ദ്ര നിലപാടിനോട് സംസ്ഥാനം വഴങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VGF തുക വായ്പയായി തന്നെ സംസ്ഥാനം എടുക്കാൻ പോകുന്നു. അതിന്റെ കരാറ് ഇന്ന് ഒപ്പിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഈ ത്രികക്ഷി കരാറാണ് ഒപ്പിടുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, ഒപ്പം തന്നെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, ADBI ബാങ്ക് എന്നിവർ ചേർന്ന് സംയുക്തമായാണ് ഈ കരാർ ഒപ്പിടുന്നത്. 2035 സംസ്ഥാനത്തിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലാഭവിഹിതം ലഭിച്ചു തുടങ്ങും. ഈ ലാഭവിഹിതം ലഭിച്ചു തുടങ്ങുമ്പോൾ 20% ഈ ലാഭവിഹിതത്തിന്റെ 20% സംസ്ഥാനം തിരിച്ചടയ്ക്കണം എന്ന വ്യവസ്ഥയിലാണ് ഇപ്പോൾ VGF നിലവിൽ സംസ്ഥാനത്തിന് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ VGF നൽകുമെന്ന് കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചെങ്കിലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം നിലവിൽ തങ്ങൾക്ക് സൗജന്യമായി തന്നെയാണ് ഈ തുക 8.0 കോടി രൂപ നൽകേണ്ടത് എന്ന നിലപാട് കേന്ദ്രത്തിനു മുന്നിൽ സംസ്ഥാനം വച്ചെങ്കിലും കേന്ദ്രം അതിന് അനുനയ ഒരു നീക്കമായി മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലാണ് കേന്ദ്രം നൽകുന്ന വായ്പയായി നൽകുന്ന തുക ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് 35 പ്രത്യേകിച്ച് 2035 ഈ സംസ്ഥാനത്തിന് വിഴിഞ്ഞത്തിന്റെ വരുമാനം ലഭിച്ചു തുടങ്ങും. ആ വരുമാനം ലഭിച്ചു തുടങ്ങുന്ന മുറയ്ക്ക് 20% വരുമാനത്തിന്റെ 20% തിരിച്ചടയ്ക്കാനുള്ള ഒരു തീരുമാനം, അത്തരത്തിലുള്ള കരാറിലേക്കാണ് ഇന്ന് സംസ്ഥാനം ഒപ്പിടാൻ പോകുന്നത്. കൃഷ്ണൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൈമാറാനുള്ള കരാറിന് ഒപ്പിടും. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്. മാലിന്യ നിർമ്മാർജ്ജന മാതൃക പഠിക്കാൻ കേരളത്തിൽ നിന്നും നഗരസഭാ കൗൺസിലർമാർ BJP ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക്. മലപ്പുറം നഗരസഭാ കൗൺസിലർമാരാണ് പഠനയാത്ര എന്ന പേരിൽ മാലിന്യ നിർമ്മാർജ്ജനം പഠിക്കാൻ മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് പോകുന്നത്. സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് കൗൺസിലർമാരുടെ ഇൻഡോർ യാത്ര. കേരളം മാലിന്യമുക്ത സംസ്ഥാനമാണെന്ന സർക്കാർ അവകാശവാദത്തിനിടെയാണ് നഗരസഭാ കൗൺസിലർമാരുടെ പഠനയാത്ര. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഏത് ഫണ്ടാണ് ഉപയോഗിക്കുന്നത്? സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട്. പോകുന്നത് പഠന യാത്രയും. അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് അല്ലേ? കൃഷ്ണരാജ്, വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ സംസ്ഥാനത്തെ പല നടപടികളിൽ നിന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. കാരണം ഏതാണ്ട് 2 മാസം മുമ്പാണ് കേരളത്തിലെ ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തള്ളിയതുമായി ബന്ധപ്പെട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം സംസ്ഥാനത്തെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് 2 മാസങ്ങൾക്ക് ഇപ്പുറത്ത് ഇപ്പോഴും മാലിന്യ പ്രശ്നങ്ങൾ പലയിടത്തും നിലനിൽക്കുമ്പോഴും തന്നെ കേരളത്തെ മാലിന്യമുക്ത കേരളം എന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നു. അതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടത്തിയിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് വൃത്തി ക്ലീൻ കേരള കോൺക്ലേവ് ആരംഭിക്കുകയാണ്. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും തനത് ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരിയാണ് ആ കോൺക്ലേവ് പോലും സർക്കാർ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ സംസ്ഥാനം വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് നിന്നുമാണ് ഈ വീണ്ടും ഇപ്പോൾ ഈ പറയുന്ന വൃത്തി ക്ലീൻ കേരള കോൺക്ലേവ് കഴിഞ്ഞാലുടൻ മലപ്പുറം നഗരസഭയിൽ നിന്നുള്ള 20 കൗൺസിലർമാർ BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ BJP ഭരിക്കുന്ന ഇൻഡോർ നഗരസഭയിലെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ അത് കണ്ട് അതിൻ്റെ രാജ്യാന്തര മാതൃകകൾ എന്ന രീതിയിൽ അതിനെ കണ്ട് പഠിച്ച് അത് കേരളത്തിൽ നടപ്പാക്കാനുള്ളൊരു പഠനയാത്രയ്ക്ക് പോവുകയാണ്. ഈ പഠനയാത്രയ്ക്ക് പോകാനുള്ള ഒരു അനുമതി തേടി നഗരസഭ സർക്കാരിനെ സമീപിച്ചിരുന്നു. 40 നഗരസഭാംഗങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയാണ് എക്കോയുണ്ട് 40 നഗരസഭാംഗങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള അനുമതിയാണ് തേടിയത്. പക്ഷേ 20 നഗരസഭാംഗങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഓരോരുത്തർക്കും 45,000 രൂപ വെച്ച് സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ശേഷി വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കാനുള്ള തീരുമാനവും വന്നിട്ടുണ്ട്. അങ്ങനെ 9 ലക്ഷം രൂപ ചെലവഴിച്ച് പോകുന്നു. ഈ യാത്രയിലല്ല പ്രധാനപ്പെട്ട വൈരുദ്ധ്യമുള്ളത്. പ്രധാനപ്പെട്ട വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം മാലിന്യമുക്തമാണെന്ന് പ്രഖ്യാപിക്കുന്നു. തങ്ങളുടെ മാലിന്യ നിർമ്മാർജ്ജന നീക്കങ്ങളുടെ വലിയ വിജയ മാതൃകകൾ എന്ന രീതിയിൽ അത് പ്രദർശിപ്പിക്കാൻ നാടകം വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുള്ള പ്രചാരണ പരിപാടികൾ നടത്തുന്നു. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ വൃത്തി ക്ലീൻ കേരള കോൺക്ലേവ് നടത്തുക. ഏതാണ്ട് 8 കോടി രൂപ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും
വിവിധ സ്ലാബുകളിലായി പണം പിരിച്ച് മൊത്തത്തിൽ 8 കോടി രൂപയാണ് ക്ലീൻ കേരള കോൺക്ലേവിനായി മാത്രം സർക്കാർ ചെലവഴിക്കുന്നത്. അപ്പോഴാണ് കേരളത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക്, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജന മാതൃകകൾ കണ്ടുപഠിക്കാനായി ഈ പറയുന്ന രീതിയിൽ നഗരസഭാ കൗൺസിലർമാർ ഒരു പഠനയാത്ര നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ മാതൃകകൾ പോരായ്മ വന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമായതുകൊണ്ടാണോ ഈ കേരളത്തിൽ നിന്നും പഠനത്തിനായി സംസ്ഥാനത്തിന് വെളിയിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. കൃഷ്ണരാജ്. ശരി, മാലിന്യ നിർമ്മാർജ്ജന മാതൃക പഠിക്കാൻ കേരളത്തിൽ നിന്നും നഗരസഭാ കൗൺസിലർമാർ, അതായത് മലപ്പുറം നഗരസഭയിലെ കൗൺസിലർമാർ പഠനയാത്ര പോവുകയാണ്. പഠനയാത്രയാണെന്ന് പറയുന്നുവെങ്കിലും മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് പോകുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. ചൈനയ്ക്കെതിരെ കനത്ത താരിഫ് ചുമത്തി ട്രംപ്. 50 മുതൽ 104% വരെയാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത്. ചൈനയിൽ വിൽപ്പന നടത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി ചൈന ഏർപ്പെടുത്തിയിരുന്നു. അധിക താരിഫ് പിൻവലിക്കാൻ ചൈന തയ്യാറാകാത്തതിനെ തുടർന്നാണ് താരിഫ് ചുമത്തിയത്. പുതുക്കിയ താരിഫ് ഇന്ന് മുതൽ നിലവിൽ വരും. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, രണ്ടും കൽപ്പിച്ചാണോ ട്രംപ്? എന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമായി തന്നെയാണ് ഇക്കഴിഞ്ഞ രാത്രി ഉണ്ടായ, അല്ലെങ്കിൽ ഈ അടുത്ത മണിക്കൂറുകളിലുണ്ടായ ഈ സംഭവത്തെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ 34% റെസിപ്രോക്കൽ, അതായത് പകരം നികുതി ഏർപ്പെടുത്തുന്ന ഒരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീക്കത്തെ അതിരൂക്ഷമായാണ് ട്രംപ് ഇന്നലെ തന്നെ വിമർശിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും എല്ലാം ചെയ്തത്. തുടർന്നാണ് വലിയ തോതിൽ നികുതി ചുമത്തുമെന്ന കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തത്. 50% നികുതി ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് ഇന്നലെ നൽകിയത്. എങ്കിൽ കൂടി ഈ 9-ാം തീയതിക്ക് മുൻപ് 24 മണിക്കൂറിനുള്ളിൽ ചൈനയിൽ വിൽപ്പന നടത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ 34% അധിക താരിഫ് പിൻവലിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന കൃത്യമായ നിലപാടാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നീക്കമല്ല ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തിരിച്ചടിയാണ്. ഇത് നടപടിയല്ല, മറുപടിയാണ്. തീർച്ചയായും നടപടിയല്ല, മറുപടി തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ 34% ചൈന ചുമത്തിയ അതായത് ചൈനയിൽ വിൽപ്പന നടത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ 34% നികുതി പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത നടപടി എന്ന മുന്നറിയിപ്പായിരുന്നു ഇന്നലെ നൽകിയത്. 50% എന്നായിരുന്നു ഇന്നലെ നമ്മൾ കിട്ടിയ സൂചനയെങ്കിൽ ഇന്നിപ്പോൾ 50 മുതൽ 104% വരെ വൻതോതിലുള്ള നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നത്, ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വൻതോതിൽ വിപണി കീഴടക്കിയ ഉൽപ്പന്നങ്ങൾ, ഒന്നാം നിരയിലേക്ക് നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് 100%-ലേറെ 104%-ഓളം ഈ നികുതി അധിക താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ആ ഉൽപ്പന്നങ്ങളുടെ അടുത്ത കൺസൈൻമെന്റ് ഇരട്ടി വിലയ്ക്കായിരിക്കും ചൈനയിൽ വിൽക്കേണ്ടി വരിക. ഇന്ന് ലഭ്യമാകുന്നതിന്റെ ഇരട്ടി ഡോളറിന് വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ചൈനയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വൻതോതിലൊരു ആഘാതം ചൈനയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ട്രംപിന്റെ തീരുമാനത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന നിലപാടുകളാണ് നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നത്. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കം ഒരു തരത്തിലും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ആ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഉള്ള സമയം നൽകിയതൊന്നും ചൈന അംഗീകരിക്കുകയും ചെയ്തില്ല എന്ന് മാത്രമല്ല, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ പരാതി നൽകുന്നത് ഉൾപ്പെടെ, അതല്ലെങ്കിൽ ഈ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു ചൈന. സ്വാഭാവികമായും ചൈനയ്ക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ അറിയിക്കുകയും 104% നികുതി 9-ാം തീയതി മുതൽ നടപ്പിൽ വരികയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമുള്ള വിഷയം. ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യവും ഒരുക്കുകയാണ് ഈ നടപടികളിലൂടെ ട്രംപ് ചെയ്യുന്നത് എന്ന ഒരു സാമ്പത്തിക വശം കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ശരി, ചൈനയ്ക്കെതിരെ കനത്ത താരിഫ് ചുമത്തുകയാണ് ട്രംപ്. 50 മുതൽ 104% വരെ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു നടപടിയായി കാണണ്ട, അതിനപ്പുറം ചൈനയുടെ തന്നെ നടപടിക്കുള്ള മറുപടിയാണ് ഈ ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഐസൻ ജോസ്. പരമ്പരാഗത കുടിൽ വ്യവസായത്തിൽ ഒതുങ്ങുമായിരുന്ന കശ്മീരിലെ മൺപാത്ര നിർമ്മാണത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുകയാണ് ഉധംപൂരിലെ മുഹമ്മദ് റാഷിദും കുടുംബവും. 45 വർഷമായി മൺപാത്ര നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുകയാണ് മുഹമ്മദ് റാഷിദ്. മോദി അധികാരത്തിലെത്തിയ 2014 ശേഷമാണ് മൺപാത്രങ്ങളുടെ പ്രാധാന്യവും പ്രത്യേകതകളും ജനം കൂടുതൽ മനസ്സിലാക്കിയതെന്ന് മുഹമ്മദ് റാഷിദ് പറയുന്നു.
പൊതുവെ മഞ്ഞ് പുതച്ചു കിടക്കുന്ന കാശ്മീരിന്റെ പല മേഖലകളിലും വേനൽ ശക്തമായതോടെ മൺകൂജകൾക്കും ആവശ്യക്കാർ ഏറും. ആരോഗ്യകാര്യങ്ങളിൽ ജനങ്ങളും കൂടുതൽ ജാഗ്രത പുലർത്തി തുടങ്ങിയതോടെ പ്ലാസ്റ്റിക് പാത്രങ്ങളും ലോഹപാത്രങ്ങളും ഒക്കെ വീടിന് പുറത്തായി. പകരം തണുപ്പ് നിലനിർത്തുന്ന പ്രകൃതിക്ക് അനുയോജ്യമായ മൺപാത്രങ്ങൾ അടുക്കളയിൽ ഉൾപ്പെടെ ഇടം പിടിച്ചു. 45 सालों के पहले काम तो थोड़ा कम था. जब मोदी साहब की सरकार आई भी 25 साल के बाद काम ज़्यादा चला. ऐसे गर्मी ज़्यादा आ गई. गर्मी ज़्यादा आ गई तो इस काम का बहुत सा काम चला. ऐसे मिट्टी के बर्तन लोगों ने बहुत इस्तेमाल किए. इसमें बीमारी कमी है, पानी वास्ते है और हर मतलब के बर्तन के बहुत ज़्यादा इस्तेमाल लगे करना. നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളാണ് തന്നെ പോലെയുള്ള മൺപാത്ര നിർമ്മാതാക്കൾക്ക് പ്രചോദനമായതെന്ന് മുഹമ്മദ് റാഷിദ് പറയുന്നു. बहुत खुशी होती है जी, अपना टाइम पास भी हो रहा है. बाकी जितना ज़्यादा तो काम चले तो उतनी लोगों को भी कुछ बेनिफिट, हमको भी बेनिफिट मिलता है. बहुत ज़्यादा वो है, इस साल में काम बहुत ज़्यादा हो रहा है. जब मोदी साहब की सरकार आई तो इसका काम तो ज़्यादा बहुत बढ़ा. हमको भी फायदा हुआ इस बात का. പ്ലാസ്റ്റിക് പാത്രങ്ങളും മറ്റും ഒഴിവാക്കി കളിമൺ പാത്രങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ പ്രധാനമന്ത്രി നേരത്തെ മുതൽ ആഹ്വാനം നൽകിയിരുന്നു. മൺപാത്ര നിർമ്മാണം പോലുള്ള കുലത്തൊഴിലുകൾക്ക് പുതുജീവൻ നൽകിയതും ആ വാക്കുകളാണ്. വേനൽ കടുത്തതോടെ കളിമൺ പാത്രങ്ങൾക്ക് ഇനിയും ഡിമാൻഡ് കൂടുമെന്ന പ്രതീക്ഷയിലാണ് മുഹമ്മദ് റാഷിദും കുടുംബവും. ജനം ഡെസ്ക്. പുത്തൻപുലരി 1 മണിക്കൂർ പിന്നിടുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറിലെ വാർത്തകൾക്ക് അപ്പുറം എന്തെങ്കിലും സംഭവിച്ചോ? പുതിയ വാർത്തകൾ എന്താണ്? പ്രധാന വാർത്തകൾ നോക്കാം. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRL ഹർജി ഇന്ന് വീണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ. CMRLനായി അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായേക്കും. വാദം ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ. സംഘടനകളുടെ അഴിഞ്ഞാട്ടം. മുർഷിദാബാദിൽ പോലീസ് വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. സ്ഥലത്ത് നിരോധനാജ്ഞ. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. NIA കസ്റ്റഡിയിലാകുമെന്ന സൂചന. റാണയുടെ ഹർജി തള്ളി US സുപ്രീം കോടതി. ചൈനയ്ക്കെതിരെ അമേരിക്കയുടെ കടുത്ത നടപടി. 50 മുതൽ 104% വരെ കനത്ത താരിഫ് ചുമത്തി ഡൊണാൾഡ് ട്രംപ്. തീരുവയിൽ 70 രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറെന്ന് വൈറ്റ് ഹൗസ്. അമേരിക്കയുമായി ആണവ ധാരണയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച് ഇറാൻ. സംസ്ഥാനത്ത് ഞെട്ടിക്കുന്ന റോഡ് അപകട കണക്കുകൾ. 2 മാസത്തിനിടെ പൊലിഞ്ഞത് 638 ജീവനുകൾ. 8464 റോഡ് അപകടങ്ങൾ. റോഡ് സുരക്ഷ ശക്തമാക്കിയെന്ന സർക്കാർ വാദം പൊള്ള. ജനം ബ്രേക്കിംഗ്. കൽപ്പറ്റ കസ്റ്റഡി മരണത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളിലും വീഴ്ച. സീനിയർ ഫോറൻസിക് ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയില്ല. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ചീഫ് സെക്രട്ടറിക്ക് പരാതി. കരിക്കകത്തമ്മയ്ക്ക് ഇന്ന് പൊങ്കാല. പുണ്യം തേടി ഭക്തസഹസ്രങ്ങൾ. പണ്ടാരടുപ്പിൽ അഗ്നി പകരുക 9:40. സമഗ്ര കവറേജുമായി ജനം TV. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ റയൽ മാഡ്രിഡിനെ ഞെട്ടിച്ച് ആഴ്സണൽ. ആദ്യ പാദത്തിൽ 3 ഗോളുകൾക്ക് തകർത്തു. ഇരട്ട ഫ്രീ കിക്ക് ഗോളടിച്ച് ഡെക്ലാൻ റൈസ്. ബയേണിനെ തോൽപ്പിച്ച് ഇന്റർ മിലാൻ. IPL-ൽ ചെന്നൈക്ക് തോൽവി. പഞ്ചാബിനോട് തോറ്റു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിൽ എത്തിച്ചേക്കും. ഇന്ത്യക്ക് കൈമാറരുതെന്നാവശ്യപ്പെട്ടുള്ള റാണയുടെ ഹർജി US സുപ്രീം കോടതി തള്ളിയിരുന്നു. NIA സംഘമാണ് തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിൽ എത്തിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം ചേരുന്നു. ഗൗതം, എന്താണ് വിവരങ്ങൾ?
കൃഷ്ണരാജ്, ഭാരതത്തെ സംബന്ധിച്ച് വലിയൊരു നയതന്ത്ര വിജയം തന്നെയാണിത്. കാരണം വർഷങ്ങളായി തന്നെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പ്രധാന സൂത്രധാരൻ തഹാവുർ റാണയെ തിരിച്ച് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ട്രംപ് അധികാരത്തിലേറിയതിന് ശേഷം വീണ്ടും നടത്തിയിട്ടുള്ള നയതന്ത്രപരമായ ചില ചർച്ചകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇയാളെ എത്രയും വേഗം ഇന്ത്യക്ക് കൈമാറാനുള്ള തീരുമാനം അമേരിക്കൻ ഭരണകൂടം കൈക്കൊണ്ടത്. എന്നാൽ അതിനുശേഷവും തഹാവുർ റാണെ അമേരിക്കൻ US സുപ്രീം കോടതിയെ സമീപിക്കുകയും തന്നെ ഇന്ത്യക്ക് കൈമാറരുത് എന്ന ഒരു ഹർജി വീണ്ടും സമർപ്പിക്കുകയും ചെയ്തു. താൻ പാകിസ്ഥാനിൽ ജനിച്ച മുസ്ലിം ആയതിനാൽ, പാക് മുസ്ലിം ആയതിനാൽ ഇന്ത്യയിലെ ജയിലുകളിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ അന്തരീക്ഷത്തിലും തനിക്ക് മോശമായ അവസ്ഥകൾ നേരിടേണ്ടി വരും എന്നതായിരുന്നു തഹാവുർ റാണയുടെ പ്രധാനപ്പെട്ട വാദം എന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം US സുപ്രീം കോടതി തള്ളി. നേരത്തെയും തഹാവുർ റാണ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് US കോടതികളിൽ ഹർജി നൽകിയിരുന്നുവെങ്കിലും കോടതികൾ അത് തള്ളിയിരുന്നു. ഏറ്റവും അവസാനം നൽകിയ ഹർജിയും ഇന്നലെ കോടതി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ തഹാവുർ റാണയെ വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യക്ക് കൈമാറാൻ US തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ റാണയെ ഇന്ത്യയിലേക്ക് NIA സംഘം എത്തിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൃഷ്ണരാജ്. ശരി, തഹാവുർ ഹുസൈൻ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും എന്നാണ് വിവരം. NIA സംഘം കസ്റ്റഡിയിലെടുത്തേക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ. കരുവന്നൂർ ബാങ്കിലെ വായ്പകളിൽ ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്ന് K രാധാകൃഷ്ണൻ MP. വായ്പകൾ അനുവദിക്കുന്നതിനുള്ള പാർട്ടി തല സബ് കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ചറിയില്ല. കരുവന്നൂർ ബാങ്കിന്റെ ചുമതല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന CK ചന്ദ്രനെ ഏൽപ്പിച്ചിരുന്നില്ലെന്നും K രാധാകൃഷ്ണൻ പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, കരുവന്നൂർ ബാങ്കിലെ വായ്പകളിൽ ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് K രാധാകൃഷ്ണൻ MP പറയുന്നത്. അതായത് വായ്പ അനുവദിക്കാനുള്ള പാർട്ടി തല കമ്മിറ്റികളെക്കുറിച്ച് തനിക്കറിയില്ല. പറഞ്ഞൊഴിയാനോ MP-യുടെ ശ്രമം? EDയുടെ ഓഫീസിൽ ഹാജരായ വേളയിൽ K രാധാകൃഷ്ണൻ നേരത്തെ ചിലർ നൽകിയിട്ടുള്ള മൊഴികൾ നിഷേധിക്കുകയും തനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയുമായിരുന്നു. അതായത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ 2 കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സബ് കമ്മിറ്റി, അതോടൊപ്പം തന്നെ പാർലമെന്റ് കമ്മിറ്റി. പക്ഷെ ഇത്തരത്തിൽ 2 കമ്മിറ്റികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് K രാധാകൃഷ്ണൻ MP എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുള്ള മൊഴി. അതിന് മറ്റു കാര്യങ്ങളൊന്നും തനിക്ക് അറിയത്തില്ല. ബ്രാഞ്ച് ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വായ്പ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികൾ ഉണ്ടോ എന്നതിലും വ്യക്തതയില്ലെന്നായിരുന്നു K രാധാകൃഷ്ണന്റെ മൊഴി. അത് മാത്രവുമല്ല, ഈ CK ചന്ദ്രൻ, അതായത് ഈ സബ് കമ്മിറ്റികളുടെ മിനിറ്റ്സ് ഒക്കെ സമാന്തരമായിട്ട് മിനിറ്റ്സ് തയ്യാറാക്കിയ CK ചന്ദ്രൻ നൽകിയിട്ടുള്ള മൊഴിയും K രാധാകൃഷ്ണൻ MP നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കരുവന്നൂർ ബാങ്കിന്റെ ചുമതല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന CK ചന്ദ്രൻ ആയിരുന്നു എന്നുള്ള EDയുടെ കണ്ടെത്തലും അപ്പാടെ K രാധാകൃഷ്ണൻ നിഷേധിച്ചിരിക്കുകയാണ്. തനിക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നുള്ളതായിരുന്നു K രാധാകൃഷ്ണൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിട്ടുള്ള മൊഴി. അത് മാത്രമല്ല, ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടോ ഈ വായ്പ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു കാര്യത്തിലും താൻ ഇടപെട്ടിട്ടില്ല. CPM ജില്ലാ കമ്മിറ്റിയും ഇടപെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു K രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം തന്നെ EDക്ക് നൽകിയിട്ടുള്ള മൊഴി. അത് മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ നേരത്തെ CPM-ന്റെ നേതാക്കൾ, അതായത് മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആളുകൾ നൽകിയിട്ടുള്ള മൊഴികൾ അതടക്കം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് K രാധാകൃഷ്ണൻ തുടരുന്നത്. എന്തായാലും CPM-ന് വേണ്ടിയിട്ട് സമാന്തര മിനിറ്റ്സ് ഉണ്ടാക്കിയത് CK ചന്ദ്രൻ ആണെന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. CK ചന്ദ്രനെ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. പക്ഷെ CK ചന്ദ്രൻ നൽകിയിട്ടുള്ള മൊഴി നിലവിൽ K രാധാകൃഷ്ണൻ നിഷേധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ 2 തരം മൊഴികളാണ് പുറത്തു വരുന്നത്. അതെ, അതായത് നേരത്തെ ഈ പറയുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവിടെ വായ്പ അനുവദിക്കുന്നതിന് ചട്ടം ലംഘിച്ച് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് 2 കമ്മിറ്റികളും തുടർന്നിരുന്നു. അത് മാത്രമല്ല, ഈ കമ്മിറ്റികളുടെ യോഗം ചേർന്ന് അതിന്റെ സമാന്തര മിനിറ്റ്സ് സൂക്ഷിക്കുന്ന ചുമതലയായിരുന്നു CK ചന്ദ്രൻ ഉണ്ടായിരുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇല്ല എന്നുള്ള ഒരു മൊഴിയാണ് K രാധാകൃഷ്ണൻ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, നേരത്തെ ആരൊക്കെയാണോ CPM-നെതിരായിട്ട് മൊഴി നൽകിയിട്ടുള്ളത് ആ മൊഴികളൊക്കെ തന്നെ അപ്പാടെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ലോക്കൽ കമ്മിറ്റിക്കോ ബ്രാഞ്ച് കമ്മിറ്റിക്കോ
ഇത്തരത്തിൽ കരുവന്നൂർ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും സബ് കമ്മിറ്റിയോ പാർലമെന്ററി കമ്മിറ്റി ഉണ്ടോ എന്നുള്ളതിൽ തനിക്ക് വ്യക്തതയില്ലെന്ന് കൂടി കെ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഈ കരുവന്നൂർ കൂടാതെ ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ കമ്മിറ്റികൾ ഉണ്ടായിരുന്നില്ല. CPM-ന് പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് നിക്ഷേപങ്ങളില്ല എന്നാണ് കെ രാധാകൃഷ്ണൻ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും കെ രാധാകൃഷ്ണനെ വീണ്ടും സമൻസ് നൽകി വിളിപ്പിക്കില്ല എന്ന് തന്നെയാണ് ED വൃത്തങ്ങൾ സൂചന നൽകുന്നത്. കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനായിട്ടുള്ള അന്തിമ ഘട്ട നടപടികളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. എന്തായാലും നേരത്തെ നൽകിയിട്ടുള്ള മറ്റ് നേതാക്കൾ നൽകിയിട്ടുള്ള മൊഴികൾ, അതോടൊപ്പം തന്നെ EDയുടെ കണ്ടെത്തലുകൾ അതൊക്കെ തന്നെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു മൊഴി നൽകലാണ് നിലവിൽ കെ രാധാകൃഷ്ണൻ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ CPM അവിടെ നടത്തിയിട്ടുള്ള ഈ നിക്ഷേപങ്ങൾ അതടക്കം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. CPM-ന് കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, അതോടൊപ്പം തന്നെ നിക്ഷേപം നടത്തിയിട്ടില്ല, കള്ളപ്പണ ഇടപാടുമായി ബന്ധമില്ല തുടങ്ങിയ മൊഴികളാണ് കെ രാധാകൃഷ്ണൻ നൽകിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് EDയുടെ കണ്ടെത്തലുകൾ അന്തിമ കുറ്റപത്രത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. നിലവിൽ കെ രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CK ചന്ദ്രൻ നേരത്തെ പ്രതി ചേർക്കപ്പെട്ടവരിൽ ഒരാളാണ്. CK ചന്ദ്രന്റെ CK ചന്ദ്രൻ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് പങ്കാളിയായി എന്നതിനുള്ള തെളിവുകൾ ED കണ്ടെത്തിയിരുന്നു. അതടക്കം നിഷേധിച്ച സാഹചര്യത്തിൽ അന്തിമ കുറ്റപത്രത്തിൽ ഏത് വിധത്തിലായിരിക്കും കെ രാധാകൃഷ്ണന്റെ പങ്കാളിത്തം ED വ്യക്തമാക്കുക എന്നുള്ളതാണ് ഏറെ നിർണായകം. കരുവന്നൂർ ബാങ്കിലെ വായ്പകളിൽ ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് കെ രാധാകൃഷ്ണൻ MP പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ വാദം തുടരുന്നു. വഖഫ് ഭൂമി തന്നെയാണെന്നാണ് വഖഫ് ബോർഡ് നിലപാട്. ഇഷ്ടദാനമായതിനാൽ വഖഫ് ഭൂമി അല്ലെന്നാണ് ഫറൂഖ് കോളേജ് വാദിച്ചത്. തങ്ങളുടെ ഭൂമിയിൽ മറ്റാർക്കും അധികാരമില്ലെന്ന ഉറച്ച നിലപാടിലാണ് മുനമ്പം നിവാസികൾ. വിവരങ്ങളുമായി ദിസ്ന ഒപ്പം ചേരുന്നു. ദിസ്ന പറയൂ. കൃഷ്ണരാജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തങ്ങളുടെ ഭൂമിയിൽ വഖഫ് ബോർഡിന് അവകാശമില്ല എന്ന നിലപാടിൽ തന്നെയാണ് മുനമ്പം നിവാസികൾ നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വാദം തന്നെയാണ് ഈ ട്രൈബ്യൂണൽ നടക്കുന്നത്. ഇന്നും ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള വാദം തുടരുമെന്ന വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ ഈ ആധാരവുമായി ബന്ധപ്പെട്ട ആധാരത്തിലെ രേഖകൾ വെച്ചുള്ള വാദമായിരുന്നു ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ വഖഫുമായി ബന്ധപ്പെട്ട് മുൻപേ ഉണ്ടായിരുന്ന കോടതി വിധികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാദമാണ് വഖഫ് ബോർഡിൽ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിച്ചത്. പ്രത്യേകിച്ച് പറവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഒക്കെ തന്നെയും വാദങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുമെന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ഇവർ പരാമർശിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ അനുകൂലമായി പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ ആധാരത്തിലൊക്കെ തന്നെയും ദൈവനാമത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമിയാണെന്ന പരാമർശമാണ് ഇന്നലെ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. എന്നാൽ ക്രയവിക്രയ സ്വാതന്ത്ര്യം തിരിച്ചെടുക്കാനുള്ള നിബന്ധനയും ഉള്ളതിനാൽ ഭൂമിയെ വഖഫായി പരിഗണിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം തന്നെയാണ് ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകനും പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അതായത് ഒരു മതസ്ഥാപനം അല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ ഭൂമി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിയുമെന്നൊരു കാര്യം തന്നെയാണ് ഈ ഫറൂഖ് കോളേജിനെ മുൻനിർത്തിയുള്ള അഭിഭാഷകൻ പറഞ്ഞത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ട്രൈബ്യൂണലിൽ ഇന്നും വാദം തുടരും. മുൻപേ ഉണ്ടായിരുന്ന ഈ വഖഫ് കേസുമായി ബന്ധപ്പെട്ട് മുൻപ് വന്ന വിധികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് വാദം നടക്കുക എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്നിരുന്നത് ആധാരവുമായി ബന്ധപ്പെട്ടുള്ള വാദമാണെങ്കിൽ ഇന്ന് മുൻ വിധികളെ അല്ലെങ്കിൽ മുൻ കോടതി വിധികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാദമാണ് വഖഫ് ട്രൈബ്യൂണലിൽ നടക്കുക. കൃഷ്ണരാജ്, ദിസ്ന, ഈ മുനമ്പം ഒരു വിഷയമായി അവിടെ നിൽക്കുന്നു, ട്രിബ്യൂണലിൽ വാദം തുടരുന്നു. പക്ഷേ ഈ ഭേദഗതി ബിൽ വന്ന ശേഷം ഇനി എന്ത്, അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയുണ്ടോ? ഭേദഗതി ബില്ലിനെയൊക്കെ തന്നെയും മുനമ്പം നിവാസികൾ അനുകൂലിക്കുന്നു. അവർ സ്വാഗതം ചെയ്ത ഒരു കാഴ്ചയൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇത് വഖഫ് ഭൂമിയാണെന്നൊരു അവകാശവാദം തന്നെയാണ് പ്രത്യേകിച്ച് എതിർകക്ഷികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അവർ ആധാരത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ദൈവനാമത്തിലാണ് അത് സാക്ഷ്യപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭൂമിയാണ്, തങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നൊരു വാദപ്രതിവാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഫറൂഖ് കോളേജിന് ഉൾപ്പെടെ പിന്തുണയുമായി, അതായത് മുനമ്പം നിവാസികൾ ഉൾപ്പെടെ പറയുന്നത് തങ്ങളുടെ ഭൂമി, അതായത്
റവന്യൂ പരമായി ഈ രേഖകളൊക്കെ തന്നെയും തങ്ങൾക്ക് ലഭ്യമാകണം, തങ്ങളുടെ അവകാശമാണ് എന്നൊരു കാര്യം തന്നെയാണ് മുനമ്പൻ നിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ നടന്ന വാദപ്രതിവാദത്തിൽ പ്രത്യേകിച്ച് ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് കൃഷ്ണരാജ്. അതായത് ക്രയവിക്രയം നടത്താൻ കഴിയുന്ന ഒരു ഭൂമി തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും വഖഫ് ഭൂമിയാണെന്ന് പറയാൻ കഴിയില്ല. തങ്ങൾ വില കൊടുത്തു വാങ്ങിയ ഒരു ഭൂമി, ആ ഭൂമിയിൽ തങ്ങൾക്ക് മാത്രമാണ് അവകാശമുള്ളത് എന്നൊരു കാര്യം തന്നെയാണ് ഈ ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകൻ വാദിച്ചത്. ഇന്ന് അത് സംബന്ധിച്ച് മുൻപേ വന്ന കോടതി വിധികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാദമായിരിക്കും ഇരു കൂട്ടരും നടത്തുക എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കൃഷ്ണരാജ്. ശരി, ഡിസ്നിയാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയുമായി ആണവ ധാരണയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച് ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉറപ്പ് നൽകിയാൽ ശനിയാഴ്ച നടക്കുന്ന ചർച്ചകളിൽ ഭാഗമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി. ആണവ ആയുധ ശേഖരം തയ്യാറാക്കാനുള്ള നീക്കം നിർത്തിയില്ലെങ്കിൽ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശനിയാഴ്ച ഒമാനിലാണ് തുടർ ചർച്ചകൾ നിശ്ചയിച്ചിരിക്കുന്നത്. സർക്കാർ അവഗണനയിലും തളരാതെ ആശാസമരം തുടരുന്നു. ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ രാപ്പകൽ സമരം നാളെ 2 മാസം പിന്നിടും. തുടർ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചെങ്കിലും സർക്കാർ വഴങ്ങാതായതോടെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, ഇടിമിന്നലോടുകൂടി മഴ പെയ്യുന്നുണ്ട് തലസ്ഥാനത്ത് പലയിടങ്ങളിലും. അതൊക്കെ ഒരുപക്ഷെ ഈ അമ്മമാർക്ക്, ആശാ സഹോദരിമാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കില്ലെന്നവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് തുടർ ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്ന് അവർ പറയുന്നു. സമരസമിതി ഈ സമരത്തിൻ്റെ തുടക്കം, അതായത് രാപ്പകൽ സമരം ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആരംഭിച്ചത് മുതൽ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അതിലെ പ്രധാനമായ വിഷയം ഓണറേറിയം തന്നെയായിരുന്നു. ആ ഓണറേറിയം വർധനവ് ആവശ്യമാണ്, അത് നടത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യത്തിനെതിരെ മുഖം തിരിച്ച സമീപനമാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. കാരണം ഈ സമരം നിലനിൽക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ സമരം തുടരുന്നത് തന്നെ ഇവരുടെ ഓണറേറിയം ആവശ്യം ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. എന്നാൽ അതിനോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനമാണ് ഈ സമരം അനന്തമായി നീണ്ടുപോകുന്നതിന് കാരണമായി തുടരുന്നത്. പലതവണ ചർച്ച നടന്നു. ആരോഗ്യമന്ത്രിയുമായി 3 വട്ടം ചർച്ച നടന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും ചർച്ച നടന്നു. ഈ ചർച്ചകളെല്ലാം നടന്നെങ്കിൽ പോലും ഫലം കാണാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. കാരണം ഈ പറഞ്ഞ ആവശ്യത്തോട്, ഈ ഓണറേറിയം വർധനവ് എന്ന ആവശ്യത്തോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നതും സമരസമിതി ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന തീരുമാനമെടുക്കുവാനും കാരണമായത്. പല ഒരു ഉപാധികൾ വെച്ചെങ്കിൽ പോലും അവസാനവട്ടം എന്ന നിലയിൽ ഒരു 3000 രൂപയെങ്കിലും നിങ്ങൾ വർദ്ധിപ്പിക്കൂ എന്നൊരാവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. എന്നാൽ അതും സർക്കാർ അംഗീകരിക്കാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, അന്ന് ഏറ്റവും അവസാനമായി ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ, ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ യോഗം നടക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നത്, അതായത് ഈ യോഗം നടക്കുന്ന സമയത്ത് സർക്കാർ അറിയിച്ചതെന്ന് പറയുന്നത് ഒരു കമ്മിറ്റി അന്വേഷിക്കും. ആ അന്വേഷിച്ചതിന് ശേഷം മാത്രമാകും ഇതിൽ ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷമേ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ സമരസമിതി അത് അംഗീകരിച്ചില്ല. കാരണം ആദ്യം നിങ്ങൾ വർദ്ധിപ്പിച്ചതിന് ശേഷം പിന്നീട് സമിതിയെ കൊണ്ട് അന്വേഷിക്കാം. PSC ചെയർമാൻ അടക്കമുള്ളവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചത് ഏത് അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് എന്നൊരു ചോദ്യം കൂടി അവർ ചോദിക്കുകയും ചെയ്തു. അതൊരു പ്രസക്തമായ ചോദ്യം കൂടിയാണ്. കാരണം ഈ പിണറായി വിജയൻ്റെ ഭരിക്കുന്ന സർക്കാരിലെ ഇഷ്ടക്കാർക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ഏത് കമ്മീഷനെ വെച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. അങ്ങനെ അതോടുകൂടി ചർച്ച അലസിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പിന്നീട് തുടർന്ന് അത് ഈ ട്രേഡ് യൂണിയനുകളുമായി എല്ലാം ചേർന്നായിരുന്നു ചർച്ച നടത്തിയെങ്കിൽ പിന്നീട് തുടർന്ന് ആ ചർച്ച അലസിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പിന്നീട്
തുടർ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചെങ്കിൽ പോലും ആ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായതുമില്ല. അതിനു പിന്നാലെയാണ് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയിലും ശേഷവും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയായിരുന്നു കൂടിക്കാഴ്ചയെങ്കിൽ അതിനുശേഷം തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായ മറുപടിയും വേദനിപ്പിക്കുന്നതായിരുന്നു ആശാ വർക്കർമാരെ. കാരണം സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞതെല്ലാം ചെയ്തു, ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഈ നിവേദനം വാങ്ങിയതിനപ്പുറത്തേക്ക് ഇനി തനിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു മറുപടിയായിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത്. ഇതോടുകൂടി തന്നെ പൂർണ്ണമായും ഇവരുടെ സമരത്തിൻ്റെ ഗതി തന്നെ അല്ലെങ്കിൽ സമരത്തിൻ്റെ മുന്നോട്ട് പോക്ക് തന്നെ ഒരു പാതി വഴി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സങ്കടക്കടലായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും സമരം തുടരുകയാണ്. ഇപ്പോൾ 59ാം ദിവസമാണ് രാപ്പകൽ സമരം എത്തി നിൽക്കുന്നത്. 20 ദിവസം പിന്നിട്ടിരിക്കുന്നു നിരാഹാര സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശക്തമായി തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിലും രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ളവരെ, പ്രധാനമായും സാംസ്കാരിക മേഖലയിലെ പ്രധാന വ്യക്തിത്വങ്ങളെ അണിനിരത്തിക്കൊണ്ട്, അതായത് ഈ 2 മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ ഈ സാമൂഹ്യ മേഖലയിലെ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ അണിനിരത്തിക്കൊണ്ടൊരു പൗരസാഗരം എന്നൊരു പരിപാടി കൂടി സംഘടിപ്പിക്കുകയാണ്. ഏപ്രിൽ 12-ാം തീയതിയാണ് ഈ പൗരസാഗരം സംഘടിപ്പിക്കുന്നത്. ആ പൗരസാഗരത്തിൽ ഇന്ന് വരെ ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട ഇവിടെ എത്തിയവരും അതോടൊപ്പം തന്നെ ആശാസമരത്തിൽ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശമാർ അവരുടെ കുടുംബാംഗങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പൗരസാഗരത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടുന്ന് ആശാ സമരസമിതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സമരം ശക്തമായി തുടരുകയാണ്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഒരു അനിശ്ചിതത്വം ഇതിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അടിയന്തരമായി സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു കരുണ ഇവരിലേക്ക് ഉണ്ടാകണമെന്ന് പൊതുസമൂഹവും പറയുന്നുണ്ട്. കാരണം ഇത്രയും ദിവസങ്ങളോളം 2 മാസം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. ഇത്രയും കാലം ഈ സ്വന്തം വീടും കുടുംബവും മറ്റ് ആവശ്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരുപറ്റം ജനതയുടെ സമരത്തിന് വേണ്ടിയാണ് കുറച്ച് ആളുകൾ ഇവിടെ സമരമിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സ്ത്രീകൾ, പ്രധാനമായും സ്ത്രീകളാണ്, അവരുടെ രാത്രിയും പകലുമായി ഇരിക്കുകയാണ്. അവരുടെ അവസ്ഥകളും ശാരീരിക അവസ്ഥകളും എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുകൂലമായൊരു പരിഗണന വേണമെന്നൊരു ആവശ്യവും ശക്തമായി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണരാജ്. ശരിയാണ്. നാളെ 2 മാസം തികയുകയാണ് ആശമാരുടെ സമരം. ഈ 2 മാസമായി ഒരുപക്ഷെ വീടും കുടുംബവും മറ്റാവശ്യങ്ങളും കുഞ്ഞുങ്ങളെയും ഒക്കെ ഒഴിവാക്കി അവരിങ്ങനെ സമരമിരിക്കുകയാണ്. ആ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അവകാശ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അതിജീവന സമരമാണ് സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്നത്. ഇടയ്ക്കൊക്കെ സമരത്തിൽ നമുക്ക് ചർച്ചയാകാമെന്നൊക്കെ പറയുമെങ്കിലും തുടർ ചർച്ചകൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആശാസമരം അവസാനിക്കുന്നുമില്ല. പക്ഷേ ഒരു തരി ഞങ്ങൾ പിന്നോട്ടില്ല എന്നവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ കഥ കൂടിയാണ് എന്നാരും മറക്കണ്ട. സ്ത്രീകൾ ഇത്രമാത്രം കരുത്തോടെ ഓരോ ദിവസവും കരുത്താർജിച്ച്, മാനസികമായി കരുത്താർജിച്ച്, ശാരീരികമായി തളരുമ്പോഴും മാനസികമായി കരുത്താർജിച്ച് അവർ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ നേടിയേ മടങ്ങൂ എന്ന നിലപാടിലാണ്, ഉറച്ച നിലപാടിലാണ് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വനിതാ സമര പോരാട്ടമായി തന്നെ നമ്മൾ കാണുകയും വേണം. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരു സമരമല്ല, അംഗനവാടി ടീച്ചർമാർ സമീപകാലത്ത് സമരം വരുന്നിരുന്നു. അതിൽ തീരുന്നില്ല. CPO ഉദ്യോഗാർത്ഥികൾ അവിടെ നിയമനം ആവശ്യപ്പെട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരം 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുട്ടിലിഴഞ്ഞ് കയ്യിൽ കർപ്പൂരം കത്തിച്ചൊക്കെയാണ് അവരുടെ സമരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടതാണ്. പലരും ആരോഗ്യപരമായി വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ്. അവസാന അവസരമാണ് അതിലധികം പേർക്കും. ഞങ്ങൾക്ക് ഇതുകൂടി കിട്ടിയില്ലെങ്കിൽ ഇനി PSC പരീക്ഷ എഴുതി ഒരു ജോലി നേടാനാവില്ല എന്ന ആവലാതി അവർ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. സമരം ശക്തമാക്കുകയാണ് അവർ. ഇനി 9 ദിവസം മാത്രമാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഉള്ളത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, സമരങ്ങളുടെ മുറ്റമായി മാറുകയാണ് സെക്രട്ടേറിയറ്റ് പരിസരമാകെ. ഒരു വശത്ത് ആശമാർ, തൊട്ടടുത്ത് CPO വനിതാ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ. ഇതും വലിയൊരു സമരമാണ്. കാരണം 9 ദിവസം മാത്രമാണ് ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനിയുള്ളത്. നോക്കൂ, ഒരു പരീക്ഷ എഴുതി അതിൽ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് ഒരുപക്ഷെ കായികക്ഷമതാ പരീക്ഷയൊക്കെ പാസ്സായ കുറച്ച് പേർ ഞങ്ങൾക്ക് ജോലി തരൂ, അർഹമായ ജോലി തരൂ എന്ന് ആവശ്യപ്പെട്ടിട്ടും അതിന് ഒഴിവുകൾ ഉണ്ടായിട്ടും സർക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്നത് കണ്ടു. ഇന്നവർ എന്തു പറയുന്നു?
കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കടമ്പകൾ കടന്നുകൊണ്ടാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത്. ആ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതീക്ഷ അത് വാനോളം വലുതുമാണ്. കാരണം വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊരു സർക്കാർ ജോലി എന്ന നിലയിൽ നമ്മുടെ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിന് എന്ന നിലയിൽ ഈ സർക്കാർ ജോലി ഒരു പ്രധാനമായി കാണുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ഉപാധി സർക്കാർ ജോലിയിലൂടെയാണ് എന്ന് പൊതുസമൂഹം ചിന്തിക്കുന്നൊരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാക്കിയെടുത്തത്. കാരണം അവരുടെ കുടുംബ പരമായിട്ടും അതല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മറികടക്കാൻ ഒരു വലിയ സഹായമാകുമെന്ന നിലയിലാണ് ഈ റാങ്ക് ലിസ്റ്റിനെ കണ്ടതെങ്കിൽ അത് ഏതാണ്ട് അസ്തമിക്കുന്ന നിലയിലേക്കാണ് സർക്കാരിൻ്റെ സമീപനങ്ങൾ എത്തിയത്. കാരണം ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുവാൻ ഇനി 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്താണ് ഇവർ സമരമിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി 8 ദിവസമായി സമരത്തിലാണ്. വ്യത്യസ്തങ്ങളായ സമരമുറകൾ നമ്മളിവിടെ കണ്ടു, സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടു. കാരണം ഉപ്പുകയിലിൽ നിന്നും മുട്ടിട്ടഴിഞ്ഞും കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചും പ്ലാവിലെ തലപ്പാവ് അണിഞ്ഞുമെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള സമരമുറകളെല്ലാം ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടു. കാരണം ഈ സമരങ്ങളെല്ലാം നടത്തുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തങ്ങളെ സർക്കാർ ശ്രദ്ധിക്കണം. കാരണം ഇത്തരത്തിലൊരു സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. സർക്കാർ അവരുടെ ആവശ്യങ്ങൾ അറിയണം, സർക്കാർ ശ്രദ്ധിക്കണം. കാരണം ഇനിയുള്ളത് ചുരുങ്ങിയ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറണമെന്നൊരു അപേക്ഷ കൂടിയായിരുന്നു ഈ ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധ സമരങ്ങളിലൂടെ എല്ലാം ഉദ്യോഗാർത്ഥികൾ പറയാൻ ഉദ്ദേശിച്ചത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അത്തരം സമീപനങ്ങളോ അത്തരം നടപടികളോ ഒന്നും ഉണ്ടായതുമില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനി ഇന്നത്തെ ഒരു ദിവസം ഒരു പ്രതീക്ഷ നൽകുന്നൊരു ദിവസം കൂടിയാണ്. കാരണം മന്ത്രിസഭാ യോഗം, ക്യാബിനറ്റ് യോഗം നടക്കാൻ പോവുകയാണ്. ക്യാബിനറ്റ് യോഗത്തിലൊരു പ്രതീക്ഷ കൂടി ഈ ഉദ്യോഗാർത്ഥികൾ വെച്ച് പുലർത്തുകയും ചെയ്തു. ഇന്ന് ക്യാബിനറ്റ് യോഗം നടക്കുകയാണ്. അപ്പോൾ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ വിഷയം ചിലപ്പോൾ ചർച്ചയായേക്കും എന്നും അറിയാൻ കഴിയുന്നു. അങ്ങനെ ഒരു വിഷയം ചർച്ചയാകുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളമാണ് പ്രതീക്ഷ, അല്ലെങ്കിൽ ഈ ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ചയാകുകയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷയുണ്ടോ? അനുകൂലമായ തീരുമാനം എന്നതിലുപരി നമ്മളെ വിഷയം അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം. പറഞ്ഞ പോലെ മീഡിയ നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട്. മീഡിയ ആണ് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ മന്ത്രിമാരുടെ അടുത്തും അല്ലെങ്കിൽ അങ്ങനെ ക്യാബിനറ്റ് അംഗങ്ങളുടെ അടുത്തും ഈ ഡീറ്റെയിൽസ് എന്തായാലും എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ടെന്നുള്ള വിഷയം എല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ വല്ലാതെ പ്രതീക്ഷിക്കുന്നു. പോരാത്തതിന് ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമെന്നും ഞങ്ങൾ വല്ലാതെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ അവരോട് നേരിട്ട് പറയാമെന്നും അതിന് വേണ്ട തീരുമാനങ്ങൾ അവർ എടുക്കുമെന്നും നമുക്ക് അനുകൂലമായി എന്തെങ്കിലും വരുമെന്നും നമ്മൾ വല്ലാതെ പ്രതീക്ഷിക്കുന്നു. ചർച്ചയ്ക്ക് വിളിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് ആരെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. അതാ ഈ ഒരു ഇവരുടെ ക്യാബിനറ്റ് മീറ്റിങ്ങിലൂടെ അങ്ങനെ ഒരു തീരുമാനം കൂടി ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നതും ബാക്കി ചർച്ചകളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിരാഹാര സമരത്തോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ സമരങ്ങൾ കണ്ടു. നമ്മൾ മുപ്പുകല്ലിൽ നിൽക്കുന്നതും അതുപോലെ തലപ്പാവണിഞ്ഞതും പ്ലാവിലെ തലപ്പാവണിഞ്ഞതും അതോടൊപ്പം തന്നെ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുന്ന അടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കും കടുത്ത പ്രതിഷേധങ്ങളിലേക്കൊക്കെ കടന്നു. തുടർന്ന് ഇനിയിപ്പോൾ എന്താണ് അടുത്ത പ്രതിഷേധം അല്ലെങ്കിൽ അടുത്ത തുടർ സമരങ്ങൾ? ഇന്ന് ഞങ്ങൾ എന്തായാലും ഒരുപാട് വയലൻ്റ് ആവാൻ വിചാരിക്കുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതായത് കൈയൊക്കെ ആയിട്ടും ആൾക്കാർ ഇങ്ങനെ ആയിട്ട് നമ്മൾ ആ ക്രോൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഡാമേജ് വന്നത്. കഴിഞ്ഞ ദിവസം ക്രോൾ ചെയ്തതാ, അങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ മിക്കവേറെയും ഉള്ളം കൈയൊക്കെ പൊള്ളിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ സമരമുറയ്ക്ക് തൽക്കാലം നമ്മൾ വരാൻ പറ്റുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരീരത്തിന് കേടാവുന്ന സമരം വേണ്ടതാണ്. ശരീരത്തിനോടല്ലേ ഞങ്ങൾക്ക് സമരം ചെയ്യാൻ ഇപ്പോൾ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അതുതന്നെയാണ്, ശരീരത്തോട് പ്രതിഷേധിച്ചെങ്കിലും കാര്യം സാധിക്കുക അല്ലെങ്കിൽ അധികൃതർ അറിയുക എന്നൊരു ലക്ഷ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വാനോളം പ്രതീക്ഷകളായിരുന്നു, ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഉണ്ടാകുന്ന പ്രതീക്ഷ
എന്നാൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കൃഷ്ണരാജ്, മറ്റൊരു കാര്യം കൃഷ്ണരാജ്, നമുക്ക് വേദന തോന്നുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഉദ്യോഗാർത്ഥികൾ ഇവിടെ സമരമിരിക്കുമ്പോൾ ഇവർക്ക് സുരക്ഷ ഒരുക്കാനായി ഒരു പറ്റം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടാവും. ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് പോലീസ് സർവീസിലടക്കം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അവരുടെ ഒരു നോട്ടം അല്ലെങ്കിൽ അവരെ നോക്കുന്നത് നമുക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു സങ്കടമായിട്ട് തോന്നും. കാരണം ഇത്രയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ ഇവരെ പോലെയൊക്കെ ആകണമല്ലോ എന്ന് വിചാരിച്ചവരാണ് ഇത്തരത്തിൽ ഒന്നുമാകാതെ പോകുമെന്നൊരു ഇതിലേക്ക് നിൽക്കുന്നത്. ഇനി എങ്ങനെയാണ് ആരൊക്കെയാണ് ഇപ്പോൾ സത്യാഗ്രഹം ഇരിക്കുന്നത്? ഇപ്പോൾ കേട്ടില്ല. ആരൊക്കെയാണ് നിലവിൽ സത്യാഗ്രഹം ഇരിക്കുന്നത്? ഇപ്പൊ സത്യാഗ്രഹിക്കുന്ന അനുഷ ഒരാൾ മാത്രമേ ഉള്ളൂ? ഒരാൾ മാത്രം. ഡോക്ടർ വരുന്നുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഭാഗത്ത് ആരെങ്കിലും ഡോക്ടറെ വിടുകയോ അങ്ങനെ ഒന്നും ചെയ്തിരുന്നോ? ഇല്ല. ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ആംബുലൻസിൽ കൊണ്ടുപോകുന്നുണ്ട്. പോലീസിന്റെ ആംബുലൻസിൽ കൊണ്ടുപോകും. നിലവിലെ എല്ലാവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? എല്ലാവരും ഭയങ്കര ടയേർഡാണ്. സമരമുറകൾ കൊണ്ട് മാനസികമായിട്ട് ഞങ്ങളെല്ലാവരും വല്ലാണ്ട് തളർന്നിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള ഇങ്ങനത്തെ ഓരോരോ സാഹചര്യം ചെയ്യുമ്പോൾ മനസ്സും കൂടെ കൈവിട്ടു പോയ അവസ്ഥയിലായതുകൊണ്ട് ഒരു ഡെഡ് ലൈൻ എന്ന നിലയിൽ ഒരു 9 ദിവസം മാത്രമാണല്ലേ 9 ദിവസം പ്രതീക്ഷ? ഇന്ന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്, ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട വേക്കൻസി വരും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് അവിടെ ഇരിക്കുന്നത്. അതുതന്നെയാണ് കൃഷ്ണരാജ്, ഈ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും ഒരു തീരുമാനമുണ്ടാകും എന്നൊരു ശുഭപ്രതീക്ഷ കൂടിയാണ് അവർ വെച്ച് പുലർത്തുന്നത്. എന്തായാലും സമരം ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് നിലയിൽ സമരമിരിക്കുകയാണ്. അവർക്ക് ഇനി 9 ദിവസമാണ് മുന്നിലുള്ളത്. 9 ദിവസം കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. അതിനു മുൻപ് ഞങ്ങളെ ഒന്ന് പരിഗണിക്കൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞ് കൈമുട്ടിലിഴഞ്ഞ് കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് എന്തൊരു കഷ്ടതയാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ പരിഗണിക്കൂ എന്നവർ ഓരോ സമരമുറകളിലൂടെ കാട്ടിക്കൊടുക്കുകയാണ്. പക്ഷേ സർക്കാർ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഒരു പക്ഷേ അവർക്കുള്ള ആശ്വാസ വാർത്ത വരും എന്ന പ്രതീക്ഷയിലാണ് അവർ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം. ഭാരതത്തെ നെഞ്ചോട് ചേർത്ത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തൻ്റെ സമൂഹമാധ്യമ പേജുകളിൽ ഭാരതത്തിലെത്തിയത് മുതലുള്ള ഓരോ നിമിഷങ്ങളും ചിത്രങ്ങളായി പങ്കുവയ്ക്കുകയാണ് ഷെയ്ഖ് ഹംദാൻ. ഇതിൽ ചെണ്ടമേളത്തിൻ്റെ ചിത്രവും ഇടം പിടിച്ചിട്ടുണ്ട്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പലപ്പോഴും ദുബായിയുടെ മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്ത് ഫോട്ടോഗ്രാഫിയോടും പ്രകൃതി സൗന്ദര്യത്തോടുമൊക്കെയുള്ള സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. ആ സ്നേഹം ഇപ്പോൾ ഭാരതത്തിലെ കാഴ്ചകളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഭാരതത്തിലെത്തിയ ഷെയ്ഖ് ഹംദാൻ പകർത്തിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കഴിഞ്ഞു. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മുതലുള്ള ഓരോ നിമിഷങ്ങളും പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയാണ് അദ്ദേഹം. കേരളത്തിന്റെ പരമ്പരാഗത ചെണ്ടമേളത്തിന്റെ ചിത്രം സമൂഹ മാധ്യമ പേജിൽ പങ്കുവെച്ചാണ് ഷെയ്ഖ് ഹംദാൻ ഭാരതത്തിലെ കാഴ്ചകൾ ആരംഭിച്ചത്. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് 1992 ഇന്ത്യയിലെത്തിയപ്പോൾ നട്ട കണിക്കൊന്നയുടെ ചിത്രവും മുംബൈയിലൂടെയുള്ള യാത്രയുമെല്ലാം കാണാനാകും. സമൂഹ മാധ്യമത്തിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഷെയ്ഖ് ഹംദാനുള്ളത്. ജനം, ദുബായ്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സ്വമേധയെടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ദുരിതബാധിതരുടെ വായ്പ പുനഃക്രമീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ പുനഃക്രമീകരണവും മൊറട്ടോറിയവും അല്ല, വായ്പ എഴുതിത്തള്ളുന്ന കാര്യം പരിഗണിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. ദുരിതബാധിതരുടെ വായ്പ സംബന്ധിച്ച ബാങ്കേഴ്സ് സമിതി ശുപാർശകളിൽ ചില കാര്യങ്ങൾക്ക് കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നു. ഇതിൽ വിശദമായ സത്യവാങ്മൂലം മുഖേന കേന്ദ്രം കോടതിയെ അറിയിക്കും. ഷിബില വധക്കേസിൽ താമരശ്ശേരി സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. തിങ്കളാഴ്ചയാണ് സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിറങ്ങിയത്. ഭർത്താവ് യാസിറിനെതിരെ ഷിബില നൽകിയ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടതിനെ തുടർന്നാണ് നൌഷാദിനെ സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, ഏത് സാഹചര്യത്തിൽ സസ്പെൻഷൻ പിൻവലിക്കുന്നു? ഇപ്പോൾ നിലവിലൊരു വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. നമുക്കറിയാം, ഈ ഷിബില വധക്കേസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണം തന്നെയായിരുന്നു താമരശ്ശേരി പോലീസിനെതിരെ ഉയർന്നു വന്നത്.
ഈ സംഭവം നടക്കുന്നതിന് 2 ആഴ്ച മുൻപ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ മേരി സതീഷിന് പരാതി നൽകിയിട്ടും ആ പരാതിയിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണം തന്നെ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഷിബിലയെ ഇത്തരത്തിൽ അതിക്രൂരമായി ഭർത്താവ് യാസർ കൊലപ്പെടുത്തില്ലായിരുന്നു എന്നുള്ള ആരോപണമായി തന്നെയാണ് കുടുംബ രംഗത്ത് വന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ PRO ആയ ജയ് എസ് ഐ നൌഷാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷൻ പിൻവലിച്ചാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങിയത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട ആ സംഭവത്തിൽ പോലീസിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ തണുപ്പിക്കുവാനുള്ള ഒരു ശ്രമം മാത്രമാണ് ആ സമയത്ത് നടന്നിരുന്നത്. അതിന്റെ ഭാഗമായി അന്വേഷണ വിധേയമായി കുറച്ച് ദിവസം സസ്പെൻഡ് ചെയ്തു എന്നൊരു കാര്യം തന്നെയാണ് ഈ ഉന്നത പോലീസ് അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സസ്പെൻഷൻ പിൻവലിച്ച് ജോലിക്ക് കയറിയത് എന്നൊരു കാര്യം കൂടുതലായി നമുക്ക് അറിയേണ്ടതുണ്ട്. അത്തരത്തിലൊരു നടപടി മാത്രമാണ് എടുത്തത് എന്നൊരു വിശദീകരണം തന്നെയാണ് ഈ പോലീസ് അധികാരികളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. കൃഷ്ണരാജ്. ഷിബില വധക്കേസിൽ താമരശ്ശേരി സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയോട് അവഗണന തുടർന്ന് സർക്കാർ. ആവശ്യത്തിന് ലൈഫ് ഗാർഡുകളും ജീവൻ രക്ഷാ ഉപകരണങ്ങളും നൽകുന്നില്ലെന്നാണ് പരാതി. തിരയിൽപ്പെട്ടുള്ള അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴാണ് വർക്കലയെ വിനോദസഞ്ചാര വകുപ്പ് കണ്ടില്ലെന്ന് നടിക്കുന്നത്. ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ച കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രത്തോടാണ് സംസ്ഥാന സർക്കാർ അവഗണന തുടരുന്നത്. വിനോദസഞ്ചാരികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴും ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണങ്ങളില്ലെന്നാണ് പ്രധാന പരാതി. പാപനാശമടക്കം വർക്കലയിലെ 6 ബീച്ചുകളിൽ സുരക്ഷയൊരുക്കാൻ ആകെയുള്ളത് 19 ലൈഫ് ഗാർഡുകൾ മാത്രം. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഗാർഡുകളെ നിയോഗിക്കുമ്പോൾ ഒരു നേരം എല്ലാ തീരങ്ങളിലുമായി ജീവൻ കാക്കാനുള്ളവരുടെ എണ്ണം 10-ൽ താഴെയായി കുറയും. കാപ്പിൽ ബീച്ചിൽ ഒരു ദിവസം 2 പേര്, അതായത് ഒരു ഷിഫ്റ്റിൽ 2 പേര്, 2 ഷിഫ്റ്റായിട്ട് 4 പേര്. വെറ്റക്കട ബീച്ചിൽ ഒരു ഷിഫ്റ്റ് ഒരാൾ, അടുത്ത ഷിഫ്റ്റ് ഒരാൾ 2. മാന്തറ ഇതുപോലെ 1-1 ഒരു ഷിഫ്റ്റ് ഒരാൾ, അടുത്ത ഒരാൾ. ഓടയം 1-1 ഒരു ഷിഫ്റ്റ് ഒരാൾ, അടുത്ത ഷിഫ്റ്റ് ഒരാൾ. പിന്നെ ഏണിക്കൽ ബീച്ച് അവിടെ ഒരു ദിവസം ഒരാൾ, ഒരു ഷിഫ്റ്റ് ഒരാൾ, അടുത്തൊരു ഷിഫ്റ്റും ഒരാൾ. പാപനാശം ബീച്ചിൽ ഒരു നേരം ഡ്യൂട്ടിയിലുള്ളത് 3 പേർ മാത്രം. കാപ്പിൽ, വെറ്റക്കട, ഓടയം, മാന്തറ ബീച്ചുകളിൽ ഓരോരുത്തരും ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യുന്നു. ആലിയിറക്കം ബീച്ചിൽ ആരെയും നിയമിച്ചിട്ടില്ല. ബീച്ചുകളുടെ എണ്ണവും സഞ്ചാരികളുടെ വർധനവും കണക്കിലെടുക്കുമ്പോൾ ഗാർഡുമാരുടെ ജോലിഭാരവും കൂടുതലെന്ന് സാരം. ഡ്യൂട്ടി പ്ലേസിൽ ഒരു ഷിഫ്റ്റിൽ 2 പേർ വേണം. കാരണം ഒരാളെ ഒരു അപകടം നടന്ന് ഇറങ്ങി പെട്ടെന്ന് അത് നടന്നു പോകുന്ന രക്ഷാമാർഗത്തിൽ പോകുന്ന സമയത്ത് രക്ഷാമാർഗ ഉപകരണമായിട്ട് അടുത്ത ആളെ അത് ശരിക്കും ലൈഫ് ഗാർഡിന്റെ ഒരു റൂൾസ് ഒരു ഡ്യൂട്ടി പ്ലേസ് 2 പേർ വേണമെന്നാണ്. അപകടത്തിൽപ്പെടുന്നവരുടെ സുരക്ഷയൊരുക്കാനും സ്വന്തം ജീവൻ രക്ഷിക്കാനും ആവശ്യത്തിന് ഉപകരണങ്ങൾ ഇല്ലെന്നാണ് ഇവർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. ആളിനെ തന്നെങ്കിൽ പോലും രക്ഷാമാർഗത്തിലുള്ള ഉപകരണങ്ങൾ ഈ മാസം 8-ാം തീയതി ആകുമ്പോഴത്തേക്ക് ലൈഫ് ഗാർഡ് നിയമിച്ചിട്ട് 1 മാസമാകും. രക്ഷാമാർഗത്തിലുള്ള ഉപകരണങ്ങൾ ഇതുവരെ കിട്ടിയില്ല. അതിനുപരി തന്നെ ഈ പോയ ആൾക്കാർ ബാക്കിയുള്ള 5 ഡ്യൂട്ടി പ്ലേസ് കാപ്പിൽ, വെറ്റക്കടവ്, മാന്തറ, ഓടയം, ഏണിക്കൽ ഇവർ കഠിനമായ ചൂടിലും അവർക്ക് ഇരിക്കാനുള്ള യാതൊരു അടിസ്ഥാന കൂടെയില്ല. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് പ്രതിദിനം വർക്കലയിലെ ഓരോ ബീച്ചുകളിലും എത്തുന്നത്. അപകടങ്ങളും അപകട മരണങ്ങളും നിത്യസംഭവവുമാണ്. ലൈഫ് ഗാർഡുകളുടെ എണ്ണം കൂട്ടുന്നതിനൊപ്പം ടൂറിസം പോലീസിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. കടൽ തീരങ്ങളിൽ പൊന്തുവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം നിരോധിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. സുരക്ഷാ കാരണങ്ങളാൽ പൊന്തുവള്ളങ്ങൾ നിരോധിക്കാൻ നിർദ്ദേശമുയർന്നിട്ടുണ്ടെങ്കിലും നിരോധിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. അപകട സാധ്യതയുണ്ടെങ്കിൽ ലൈഫ് ജാക്കറ്റ് ധരിച്ച് മത്സ്യബന്ധനം നടത്താൻ തയ്യാറാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. സുരക്ഷയുടെ പേര് പറഞ്ഞ് പൊന്തുവള്ളങ്ങൾ നിരോധിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധത്തിലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. അപകട സാധ്യതയുള്ളതിനാൽ നിയമപരമായി അനുവദനീയമല്ലെങ്കിലും ബദൽ മാർഗങ്ങൾ കണ്ടെത്താതെ പൊന്തുവള്ളങ്ങൾ നിരോധിക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. നിയമപരമായി ഇത് അനുവദനീയമല്ല. എൻ്റെ പ്രശ്നം അതാണ്. അപകട സാധ്യത കൂടുതലാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ആയിരക്കണക്കിന് തൊഴിലാളികൾ പൊന്തുവള്ളത്തിൽ പോയി മത്സ്യം പിടിക്കുന്നുണ്ട്. ഈ കാര്യം ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനുകളുമായും ഫിഷറീസ് മേഖല മറ്റുള്ള സംഘടനകളെ നമ്മൾ ചർച്ച ചെയ്ത് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും മത്സ്യത്തൊഴിലാളിക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ
മത്സ്യബന്ധനത്തിന് പോകാൻ മറ്റു മാർഗ്ഗമില്ലാതെ പൊന്തുവള്ളങ്ങളെ ഒഴിവാക്കി നിരോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ഇത് മാത്രമായി ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങളുമുണ്ട് ജീവിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു കൂട്ടായ ചർച്ചയിലൂടെ തീരുമാനമെടുക്കേണ്ട പ്രശ്നമാണ്. പക്ഷേ ഇത് സുരക്ഷിതമല്ല എന്ന കാര്യം നമ്മുടെ മുമ്പിൽ ഉണ്ട്. പൊന്തുവള്ളങ്ങളിലെ മത്സ്യബന്ധന നിരോധന നീക്കത്തിനെതിരെ ആലപ്പുഴയിലെ വിവിധ തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു. തീരത്തെന്നും പട്ടിണി മാത്രം, പട്ടിണി മാറ്റാൻ പാവങ്ങൾക്കായി പദ്ധതിയൊന്നും ഇല്ലല്ലോ. സുരക്ഷയാണ് പ്രശ്നമെങ്കിൽ ലൈഫ് ജാക്കറ്റ് ധരിച്ച് മത്സ്യബന്ധനം നടത്താൻ തയ്യാറാണെന്ന് തൊഴിലാളികൾ പറയുന്നു. തെർമോക്കോൾ കൂട്ടിയോജിപ്പിച്ച് പ്ലാസ്റ്റിക് പൊതിഞ്ഞുപയോഗിക്കുന്നതാണ് പൊങ്ങുവള്ളമെന്നും പൊന്തുവള്ളമെന്നും മത്സ്യത്തൊഴിലാളികൾ വിളിക്കുന്ന ചെറിയ വള്ളങ്ങൾ. രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇവയ്ക്ക് ഇന്ധനവും ആവശ്യമില്ല. ഈ വള്ളത്തിൽ ഒരാളാണ് തീരക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത്. സംസ്ഥാനത്താകെ 10,000-ഓളം പൊന്തുവള്ളങ്ങളാണുള്ളത്. ഇതിൽ ആലപ്പുഴയിൽ മാത്രം 2,000-ഓളം പൊന്തുവള്ളങ്ങൾ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. നിരോധനവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മത്സ്യത്തൊഴിലാളി സംഘടനകൾ. ജനം, ആലപ്പുഴ. ഡൊമിനിക്കൻ റിപ്പബ്ലിക് തലസ്ഥാനമായ സാന്റോ ഡൊമിംഗോയിൽ നിശ ക്ലബിൻ്റെ മേൽക്കൂര തകർന്ന് 79 മരണം, 150 പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. പ്രമുഖരടക്കം നിരവധി പേർ നിശ ക്ലബിലേക്ക് എത്തിയിരുന്നു. ഡൊമിനിക്കൻ റിപ്പബ്ലിക് തലസ്ഥാനമായ സാന്റോ ഡൊമിംഗോയിൽ നിശ ക്ലബിൻ്റെ മേൽക്കൂര തകർന്ന് 79 മരണം, 150 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, അവിടെ എന്താണ് സംഭവിച്ചത്? കൃഷ്ണരാജ്, ഇന്നലെ രാത്രിയാണ് ഈ അപകടമുണ്ടായത്. നിശ ക്ലബിൻ്റെ മുകളിൽ, അതായത് സ്റ്റേജിന് മുകളിൽ അറേഞ്ച് ചെയ്തിരുന്ന സംവിധാനങ്ങളൊക്കെയുള്ള ഒരു മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. തകർന്നു വീണ് ഇപ്പോൾ നിലവിലെ വിവരങ്ങളനുസരിച്ച് 80-ലേറെ പേർ മരിച്ചു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. 80-ലേറെ പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 150-ലേറെ പേർക്ക് പരിക്കേറ്റുവെന്നാണ് ഔദ്യോഗികമായ അറിയിപ്പുകൾ വരുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഈ ക്ലബ്ബിൽ, ഈ അപകടം സംഭവിച്ച നൈറ്റ് ക്ലബ്ബിൽ, സാൻ ഡൊമിംഗോയിലെ ഈ നൈറ്റ് ക്ലബ്ബിൽ നിരവധി പ്രമുഖർ എത്തുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, പല ലീഗ് ഫുട്ബോളേഴ്സ്, ഒരു ഒക്ടോവിയോ ഡോട്ടൽ എന്നൊക്കെ പറയുന്ന പഴയ ഒരു ലീഗ് വോളിബോൾ പ്ലെയറൊക്കെ അതിൽ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു ഗവർണർ കൂടിയായിരുന്നു, പ്രൊവിൻഷ്യൽ ഗവർണർ കൂടിയായിരുന്ന വ്യക്തി കൂടിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അത്തരത്തിൽ നിരവധി പ്രമുഖർ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ആഘോഷങ്ങൾക്ക്. ഒരു പ്രശസ്തനായ റുബി പെറസ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഗായകൻ്റെ കൺസേർട്ട്സ് നടക്കുന്നൊരു സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 400-ലേറെ പേർ രക്ഷാപ്രവർത്തനത്തിന് ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് നിരവധി പേർ ജീവനോടെ ഉണ്ട്. അവരെ പുറത്തെടുക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അവർ അത്തരത്തിൽ അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുന്ന വഴി ആ സമയത്തും ആശുപത്രിയിൽ എത്തിയുമാണ് വൻതോതിലുള്ള ഈ മരണങ്ങളുണ്ടായിട്ടുള്ളത്. 79 പേർ മരിക്കുന്ന അത്രയും വലിയ മേൽക്കൂര, ഭാരമേറിയ ഈ മേൽക്കൂര തകർന്ന് നേരെ ദേഹത്ത് വീണ നിരവധി പേരുണ്ട്. അത്തരത്തിൽ നിരവധി പേരുടെ ആരോഗ്യ പ്രശ്നമാണ്, ആരോഗ്യനിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ഒരുപക്ഷെ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വൻതോതിലുള്ള ഒരു മരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നത് തന്നെ 80-ലേറെ മരണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും മരണനിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയുമാണ്. ഡൊമിനിക്കൻ റിപ്പബ്ലിക് തലസ്ഥാനമായ സാന്റോ ഡൊമിംഗോയിൽ നിശ ക്ലബിൻ്റെ മേൽക്കൂര തകർന്ന് 79 പേർ, അത് മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. തിരുവനന്തപുരം പാളയം മാർക്കറ്റ് പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി കച്ചവടക്കാർക്ക് പകരം നൽകിയ കെട്ടിടത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. കണ്ണിമേര മാർക്കറ്റിലെ കച്ചവടക്കാരുടെ ഹർജിയിലാണ് കോടതി ഉത്തരവ്. മാലിന്യ കൂമ്പാരത്തിനിടയിൽ കച്ചവടക്കാർക്കായി നഗരസഭ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയ വാർത്ത ജനം TV സംപ്രേഷണം ചെയ്തിരുന്നു. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശരിക്കും ഈ കോടതിയുടെ സ്റ്റേ നമ്മുടെ വാർത്തയ്ക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് കൂടിയാണ് അല്ലേ ശ്രീനന്ദ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, നമ്മളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇവർക്ക് പുതിയ മാർക്കറ്റ് അല്ലെങ്കിൽ ഇവർക്ക് അതിനുള്ള സംവിധാനം നൽകാമെന്ന് പറഞ്ഞാണ് പുതിയ കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് പുറകിൽ കാണാൻ പറ്റുന്ന 2 കെട്ടിടങ്ങളാണ് ഇവിടെ പാളയം മാർക്കറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത്. പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇവിടെ നിന്ന് കച്ചവടക്കാരോട് മാറാൻ പറയുകയും പുതിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് നൽകിയതും. എന്നാൽ ഈ പാളയം മാർക്കറ്റിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി കച്ചവടക്കാർക്ക് പകരം കെട്ടിടം നഗരസഭ നിർമ്മിച്ച് നൽകിയെങ്കിലും മാലിന്യങ്ങൾ തള്ളുന്ന ടാങ്കിനു സമീപത്താണ് ഈ ഒരു താൽക്കാലിക കെട്ടിടം നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം എന്ന് പറയുന്നത്. വെള്ളമോ വൈദ്യുതി കണക്ഷനോ ഇല്ല. പിന്നാലെ ഉടൻ തന്നെ കച്ചവടക്കാർ ഇവിടെ നിന്ന് മാറണം എന്നുള്ളൊരു ഭീഷണി കൂടി നഗരസഭയുടെ ഭാഗം
എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികളും അതുപോലെ തന്നെ കച്ചവടക്കാരും പറയുന്ന ഒരു കാര്യം. എന്നാൽ തുടർന്ന് ഈ ഒരു കച്ചവടക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഹൈക്കോടതിയുടെ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. 11-ാം തീയതി വരെയാണ് സ്റ്റേ നിലനിൽക്കുന്നത്. ഈ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്, ആരുടെ കളികളാണ് ഇവിടെ നടക്കുന്നത് എന്നൊരു കാര്യമാണ് ഇവിടെ കച്ചവടക്കാർ ഉന്നയിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ച് ഈ കണ്ണീമേര മാർക്കറ്റിൽ കച്ചവടക്കാർ സ്റ്റേ മേടിച്ചിരിക്കുകയാണ്. കച്ചവടക്കാരുടെ ജീവിക്കാനുള്ള പോരാട്ടമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മാസം 11 വരെയാണ് വ്യാപാരികളെ ഒഴിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഉത്തരവ് വന്നിരിക്കുന്നത്. പുതിയ കെട്ടിടത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വയോധികർക്ക് ഇതൊരു 3 നില കെട്ടിടമാണ്. ഇവിടെ മുകളിലോട്ട് കയറി പോകാനും അതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ വയോധികർക്ക് ഉണ്ട് എന്നൊരു കാര്യമാണ് ഇവിടെ എല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ നീക്കം ചെയ്യാതെ എങ്ങനെയാണ് തങ്ങൾ ഈ ഒരു കെട്ടിടത്തിൽ തങ്ങളുടെ കച്ചവടം നടത്തുക എന്നൊരു കാര്യമാണ് ഇവിടെ മാർക്കറ്റിലുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ, കച്ചവടക്കാർ എല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായതിനു ശേഷം മാത്രമേ തങ്ങൾ ഇവിടെ നിന്ന് മാറുകയുള്ളൂ എന്നൊരു നിലപാടിലാണ് ഇവരെല്ലാവരും ഇപ്പോൾ ഉള്ളത്. ഈ ഒരു കെട്ടിടം പെട്ടെന്ന് നിർമ്മിച്ചതാണ്, അതുകൊണ്ട് തന്നെ യാതൊരുവിധ ബേസിക് കാര്യങ്ങളും ഈ കെട്ടിടത്തിൽ നൽകിയിട്ടില്ല എന്നൊരു കാര്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി, തിരുവനന്തപുരം പാളയം മാർക്കറ്റ് പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി കച്ചവടക്കാർക്ക് പകരം നൽകിയ കെട്ടിടത്തിന് ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നു. പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകിയത് മാലിന്യ കൂമ്പാരത്തിനിടയിലാണ് എന്ന് ജനം TV വാർത്ത നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് സ്റ്റേ വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനാഥ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ മുലയൂട്ടൽ കേന്ദ്രത്തിന് 1 മണിക്കൂറിന് 20 രൂപ നിരക്കിൽ പ്രവേശന ഫീസ് ഈടാക്കുന്നതിൽ പ്രതിഷേധവുമായി BJP മഹിളാ മോർച്ച പ്രവർത്തകർ. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പാവകളുമായി മുലയൂട്ടൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതോടെ ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരിൽ നിന്നും പ്രവേശന ഫീസ് ഭിക്ഷാടനത്തിലൂടെ ശേഖരിച്ച് ഗതാഗത മന്ത്രിക്ക് മണി ഓർഡറായി അയച്ചു നൽകി. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ശീതീകരിച്ച വിശ്രമമുറിയും മുലയൂട്ടൽ കേന്ദ്രവും മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ മുലയൂട്ടൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതിന് ഫീസ് ഈടാക്കുന്നത് ബാലാവകാശ ലംഘനവും അധാർമികവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാവകളുമായി മുലയൂട്ടൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. തുടർന്ന് ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരിൽ നിന്നും പ്രവേശന ഫീസ് ഭിക്ഷാടനത്തിലൂടെ ശേഖരിച്ചു. ഈ തുക ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് മണി ഓർഡറായി അയച്ചു നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. മുലയൂട്ടൽ അമ്മയുടെയും കുഞ്ഞിന്റെയും മൗലികാവകാശമാണെന്നും പൊതുയിടങ്ങളിൽ സുരക്ഷിതവും സൗജന്യവുമായ മുലയൂട്ടൽ കേന്ദ്രം സജ്ജീകരിക്കേണ്ടത് ഭരണകൂടത്തിന്റെ കർത്തവ്യമാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. 10 വർഷത്തെ സമയമെടുത്തിട്ടും ഇവിടെ ഒരു സാധാരണ ഒരു ബിൽഡിംഗ് കെട്ടുന്ന സമയത്ത് പോലും അടിസ്ഥാനപരമായിട്ട് പണിയുന്ന ഒരു ശുചിമുറിയോ ഇത്രയധികം പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാർ വരുന്ന ഈ KSRTC ബസ് സ്റ്റാൻഡിനകത്ത് ഒരമ്മയ്ക്ക് കുഞ്ഞിന് പാലൂട്ടുന്നതിന് ആവശ്യമായ ഒരു ഫീഡിംഗ് റൂം സംവിധാനം ഒരുക്കുന്നതിനോ ഇവിടുത്തെ ഈ KSRTC ബസ് സ്റ്റാൻഡ് പണി കഴിപ്പിച്ച സംസ്ഥാന സർക്കാർ അതിന് നേതൃത്വം കൊടുത്ത പാലക്കാടിന്റെ MLAക്കും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്നും പണം പിരിക്കുന്ന നടപടിക്കെതിരെ BJP സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ശിശുക്ഷേമ സമിതി എന്നിവയ്ക്ക് പരാതി നൽകിയതായും BJP മണ്ഡലം പ്രസിഡന്റ് M ശശികുമാർ അറിയിച്ചു. BJP മഹിളാ മോർച്ച നേതാക്കളായ മീനാക്ഷി TS, ജയലക്ഷ്മി K, ദിവ്യ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, പാലക്കാട്. ഇന്ന് ഞങ്ങളുടെ ക്യാമറാമാൻ രജിത് മണിമംഗലത്തിൻ്റെ പിറന്നാളാണ്. ഇന്ന് എനിക്ക് മുന്നിൽ ഈ ക്യാമറ ക്രമീകരിച്ചതും അതേ രജിത് മണിമംഗലമാണ്. നേരിട്ട് പറയേണ്ടതാണ് ശരിക്കും രജിത്തിന് പിറന്നാൾ ആശംസകൾ. അതിപ്പോൾ ഞാൻ പറയുന്നത് രജിത് മണിമംഗലം കേൾക്കുന്നുമുണ്ട്. ഏതായാലും ഹാപ്പി ബർത്ത്ഡേ രജിത് മണിമംഗലം. ഞങ്ങളുടെ
സ്ഥാപനത്തിൽ ആർക്ക് പിറന്നാൾ വന്നാലും കൃത്യമായ ഒരു കാർഡൊക്കെ തയ്യാറാക്കി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് എല്ലാ ഗ്രൂപ്പുകളിലും ഇടുന്നത് ഇതേ രജിത് പണിമംഗലം. പുത്തൻ പുലരി പൂർണ്ണമാവുകയാണ്. 2 മണിക്കൂറാകുന്നു തുടങ്ങിയിട്ട്. വാർത്തകൾ നിരവധിയായിരുന്നു. സോഫ്റ്റ് സ്റ്റോറീസ് അക്കൂട്ടത്തിൽ ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഒരു നല്ല ദിവസത്തിൻ്റെ തുടർച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ. Thank you.